സമയമായി കഴിഞ്ഞു. യെസ്, വെരി 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 ഗുഡ് മോർണിംഗ് ഓൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇന്നത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾ അറിയും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് നമ്മൾക്ക് എത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം നമ്മളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ്, നമ്മൾ എല്ലാവരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് കയറിയ എല്ലാ ആൾക്കാരും അവർ നല്ല ഒരു ഫ്രീക്വൻസി കിട്ടുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കണം. അതിലുപരി നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം പരിപൂർണമായിട്ടും നിങ്ങൾ സഹകരിക്കണം. അതുപോലെ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ ഒരു പക്ഷേ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെടും. അതുപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈവ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യരുത്. നിങ്ങളേതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു മണിക്കൂർ സമയം ഒന്ന് മാറ്റി നിർത്തി വണ്ടി ഒതുക്കി നിർത്തിയ ശേഷം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എഴുതിയെടുക്കണം പോയിന്റുകൾ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര ഭംഗിയാവുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇന്നത്തെ അതിമനോഹരമായ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾക്ക് വളരെ വലിയ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് വളരെ ചെറിയ സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുക, നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി, നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ ഈശ്വരനിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥന കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു നിമിഷം നമുക്ക് മൗനമായി ഒന്ന് പ്രാർത്ഥിക്കാം. പ്ലീസ്. Thank you all. Once again, good morning all. Myself ഗോപൻ സാഗര തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇതൊരു വലിയ ഭാഗ്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അവരോടൊപ്പം നമ്മൾ കൂടെ ഇത് അനുഭവിച്ച് സന്തോഷിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇതുകൊണ്ട് ലോകം മുഴുവൻ കാണാനും ലോകത്തുള്ള ആൾക്കാരുമായിട്ട് സംവാദിക്കാനും ഒക്കെ കിട്ടുന്ന ഈ മഹാഭാഗ്യത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ പ്രോഗ്രാം, ഒരു വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമേ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ളൂ. അല്ലാത്ത ആരുടെ കയ്യിലും എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഒന്നും എടുക്കാനില്ലാത്ത സാഹചര്യം, ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വ്യക്തികൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനായാസം വീട്ടിലിരുന്നു കൊണ്ട് ഈ ഇപ്പോഴത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് സന്തോഷകരമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ ബിസിനസ്സാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ആശങ്ക എല്ലാവരിലും ഉണ്ട്. ആരും ബിസിനസ്സുകാരൊന്നുമല്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് ആ ആശങ്ക നമുക്ക് മാറിക്കിട്ടണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങുകൾ ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ആവശ്യമാണ്. ആ അറിവുകൾ നമുക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നു. കമ്പനി തരുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ തന്നെ നമ്മൾക്ക് എക്സ്പെർട്ടായ ആൾക്കാരെ വെച്ചും നമുക്ക് ട്രെയിനിങ് കമ്പനി തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ 100% നമ്മൾക്ക് നമ്മുടെ ജീവിതം തന്നെ വളരെ സക്സസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തിനും നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ, ഏതിനും നമുക്കൊരു വിജയം ഉണ്ടാവണമെങ്കിലും, എങ്ങനെ നമ്മൾ വിജയിക്കണമെങ്കിലും വിജയിച്ച ആൾക്കാരുടെ ഗണനയും നമുക്ക് അത്യാവശ്യമാണ്. എങ്കിൽ തീർത്തും ഇന്നത്തെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ഒരു സാധാരണ വ്യക്തിയല്ല. വളരെ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്വേയിൽ അദ്ദേഹം. നമുക്കറിയാം, ഈ കമ്പനിയുടെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഡയമണ്ട് ഷിപ്പിലേക്ക് വന്ന ഇന്ന് ഈ ജനറേഷനിലുള്ള ആൾക്കാരെയും പഴയ ജനറേഷനിലുള്ള ആൾക്കാരെയും ഒരേപോലെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ അത്ഭുതത്തോടു കൂടി നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇഷ്ടത്തോട് പറയുന്ന ഒരു പേരുണ്ട് മഹാഭാരതത്തിൽ, അർജുൻ. അപ്പോൾ ആ അർജുനൻ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എങ്കിൽ അതെല്ലാം തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് ആ മഹാഭാരതത്തിൽ സക്സസുകൾ ഉണ്ടാക്കിയെങ്കിൽ, അതേ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായിട്ട് തന്നെ കൂടെ നിൽക്കുന്നവരെ തന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് സക്സസിന്റെ ഉന്നതിയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള, ഇന്ന് എല്ലാ വ്യക്തികളെ ഒരേപോലെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഈ കമ്പനിയുടെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തി, അടുത്ത റാങ്കിലേക്ക് കുതിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ഡയമണ്ടിലേക്ക് എത്താൻ തീരുമാനമെടുത്ത് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടക്കാരൻ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഹോദരൻ കൂടിയായ, എന്റെ പേഴ്സണലി ഞാൻ പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതുവഴി ഞാനൊരു ബ്രദറായിട്ട് കാണുന്ന അർജുൻ സാറിനെയാണ് ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ പർപ്പിൾ ഡയമണ്ട് കൂടിയായ അർജുൻ കാലിക്കറ്റ് നമ്മളുമായിട്ട് സംവാദിക്കും, ഈ കാര്യങ്ങൾ പറഞ്ഞുതരും. പ്ലീസ് അർജുൻ, താങ്കൾക്ക് സ്വാഗതം ഇന്നത്തെ പ്രോഗ്രാം.
Thank you, Goban sir. Thank you for your nice introduction. കേൾക്കാവോ എന്നെ? കേൾക്കാം. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. പേര് ഇവിടെ അദ്ദേഹം പരിചയപ്പെടുത്തി. പേര് അർജുൻ, സ്വദേശം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്ക് അടുത്ത് നന്മണ്ടയിലാണ്. അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് BBA. നിങ്ങൾ കടന്നു വന്ന ഈ ബിസിനസ് മേഖലയുമായി, പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു അവസരം എനിക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ സ്പോൺസർ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ റസൂൽ സാറിനും, എന്റെ മെന്റർ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ സുജിത് ഖാൻ സാറിനും, എന്റെ റോൾ മോഡൽ ഇൻഡസ്വാ CEO അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് സാറിനും, ഈ വ്യവസായം ഇന്ത്യയിൽ ഇത്ര കണ്ട് നിയമപ്രകാരം നടക്കാൻ കാരണക്കാരനായിട്ടുള്ള പരേതനായിട്ടുള്ള ഡോക്ടർ EM ഷംസുദ്ദീൻ സാറിനും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കണം. കാരണം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു അവസരമാണ് ഇൻഡസ് വിവ. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആയിരിക്കാം ഇൻഡസ് വിവയിലേക്ക് കടന്നു വന്നത്. എന്തായാലും ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് ഗോപൻ സാർ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു, ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ്ങുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലോകത്ത് ഈ ഇൻഡസ്ട്രി വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് സാമ്പത്തിക മേഖലയിൽ അധികാരിമാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിസിനസിന്റെ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റും ട്രെയിനിങ്ങുമാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഹോം ബേസ്ഡ് ബിസിനസിന്റെ ഓക്സിജൻ ഇന്റർനെറ്റും ട്രെയിനിങ്ങും. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റും ട്രെയിനിങ്ങും ഉള്ളിടത്തോളം കാലം ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മേഖലയെ പറ്റി പഠിക്കാൻ തയ്യാറാണെങ്കിൽ COVID-19 വന്നാലും 20 വന്നാലും ഈ ബിസിനസിന്റെ ഓക്സിജൻ അത് ഇന്റർനെറ്റും ട്രെയിനിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോ ആളുകളെയും ഇൻഡസ് വിവയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞാനും ഹാർദവുമായിട്ട് ഈ ഒരു വിവ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഏറ്റവും പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഈ ഒരു പുതിയ മേഖല നിങ്ങൾക്കറിയാം, ഇൻഡസ് വിവ ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു പേഴ്സണാലിറ്റി ഡ്രിവൺ ബിസിനസ് അല്ല, സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആണ്. സമൂഹത്തിന്റെ വ്യത്യസ്തമായ തുറകളിൽ നിന്ന് വന്നിട്ട് ഈ മേഖലയിൽ വിജയിച്ച ഒത്തിരി ആളുകളുടെ അനുഭവ കഥകൾ കേട്ടിട്ടാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിൽ എന്നെ പോലത്തെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, സാധാരണ വീട്ടമ്മയുണ്ട്, എന്തിനു പറയുന്നു സാധാരണ മുറുക്കാൻകട നടത്തുന്ന ആള് വരേക്കുമുണ്ട് ഈ കമ്പനിയിലൂടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി വിജയിച്ചു വന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണാലിറ്റി ഡ്രിവൺ ബിസിനസ് അല്ല, സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആണ്. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ നേടിയെടുക്കാനുണ്ട്. എനിക്ക് വിജയിക്കണം. ഇങ്ങനെയെങ്കിൽ എന്താണ് വിജയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? ഇതാണ് വിവ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളെ ഈ ബിസിനസ്സിന് അനുയോജ്യമായ രീതിയിലേക്ക് ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിവ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രോഗ്രാം. നിങ്ങൾ ആരംഭിച്ച ഈ തൊഴിൽ മേഖല, ഈ ഒരു ഹോം ബേസ്ഡ് ബിസിനസ് മുന്നോട്ട് പോവാൻ ഞാൻ എങ്ങനെയാണ് എന്നിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ ഏത് കണ്ണാടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നോക്കിക്കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിന്റെ ഇന്റൻഷൻ ഏറ്റവും പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുക. നിലവിൽ ഈ ബിസിനസ്സിൽ ഓൾറെഡി ഒരു 6 മാസമായി 1 വർഷമായി ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്നുള്ള ലെവലിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഇന്റൻഷൻ. എന്തായാലും നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു മേഖല ഒരു ഹോം ബേസ്ഡ് ബിസിനസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ പ്രോജക്റ്റ് റുവാണ്ടയിലും USA-ലും ഒക്കെയും തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഒരു വലിയ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, സൂം പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്ങിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്, ഈ ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് പോകാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യം ഒരു ലാപ്ടോപ്പ്, അതല്ലെങ്കിൽ ഒരു നല്ല മൊബൈൽ ഫോൺ, ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ. ഇതാണ് ആവശ്യം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെയും പറയാറുണ്ട്, ഈ കാലഘട്ടത്തിൽ പിറന്നു വീണ നമ്മൾ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഭാഗ്യവാന്മാരുമാണ്. കാരണം യു ആർ ടു മച്ച് പവർഫുൾ ലൈക്ക് എ സാറ്റലൈറ്റ് ഇഫ് യു ഹാവ് എ ലാപ്ടോപ്പ് വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ. ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെയും തന്നെ ഉപഗ്രഹങ്ങൾ പോലെ അത്രയ്ക്കും ശക്തന്മാരാണ്. വീട്ടിനകത്തിരുന്നു കൊണ്ട് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലോകം മൊത്തം പ്രവർത്തിക്കാം. അതിന് നമ്മളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കാര്യം, സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. സൂം പ്ലാറ്റ്ഫോം വീഡിയോ കോൺഫറൻസിന് വേണ്ടി സൂം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കണം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളായിരിക്കണം നമ്മൾ. പ്രോസ്പെക്ടിങ്ങിനൊക്കെ ഫേസ്ബുക്ക് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഗൂഗിൾ പേ നമ്മൾ ഉപയോഗിക്കുന്ന ആളാവണം, വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാവണം. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ് വിവയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ, ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് ഈ ബിസിനസ്സിന് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ആ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, ഇന്ന് നമ്മൾ ഓരോ തൊഴിൽ മേഖലയിലും ആളുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഡയറക്ട് സെല്ലിങ്ങിലാണ്, വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പലപ്പോഴും പ്രോഡക്റ്റ് ഒക്കെ ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കൊറിയർ ബോയ് വന്ന് നമ്മളെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സമയമാണ്. പക്ഷേ
ഒരു 5 വർഷം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സാഹചര്യം മാറി എല്ലാത്തിനെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഒരു ഡ്രോൺ വന്ന് നമ്മളുടെ വീട്ടിൽ എന്താണോ നമ്മൾക്ക് വേണ്ട ഡെലിവറി ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം, കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ടെക്നോളജി വന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഹോം ബേസ്ഡ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മതിയാകും. ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ നിലവിലെ സാമ്പത്തിക പശ്ചാത്തലമോ ഒന്നും തന്നെ നോക്കാതെ ഒരു ലാപ്ടോപ്പും ഒരു ഇന്റർനെറ്റ് കണക്ഷനും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ തൊഴിൽ മേഖലയിലൂടെ ലോകം മൊത്തം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ്, വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ബിസിനസിനെ പറ്റിയുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് വിതരണ മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുന്ന സിസ്റ്റത്തിൽ, ആ മാർക്കറ്റിംഗ് സമ്പ്രദായത്തിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? പണ്ട് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു, നമ്മളെ സംബന്ധിച്ച് ബാർട്ടർ സമ്പ്രദായം. ഓരോ വീട്ടിൽ, എൻ്റെ വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഴക്കുല ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലെ ചേനയോ ചേമ്പോ തിരിച്ചു വാങ്ങുന്ന ഒരു സിസ്റ്റം, ബാർട്ടർ സമ്പ്രദായം. അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിച്ച് നമ്മളുടെ സ്വാതന്ത്ര്യാനന്തരം കടകളൊക്കെ വന്നു. കടകളിലൊക്കെ പോയി നമ്മൾ സാധനം വാങ്ങുമ്പോൾ 25 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? കടയ്ക്കകത്തേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശനമില്ലായിരുന്നു. പുറത്തു നിൽക്കുന്നു, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെ പറ്റി പറയുന്നു, അവരത് എടുത്തു തരുന്നു, കാശ് കൊടുക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. പക്ഷെ 2000 കൂടി അതിനൊരു മാറ്റം വന്നു. കടയ്ക്കകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള അനുമതി കിട്ടി. ഒരു പുതിയ ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായം അവിടെ ആവിഷ്കരിച്ചു വന്നു. റീറ്റെയിലിംഗ്, ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് വന്നു. ബിഗ് ബസാർ പോലെ, റിലയൻസ് പോലുള്ള വലിയ കമ്പനികൾ എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ടുതന്ന് നമ്മളെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് തന്നിട്ട് നിങ്ങൾ കടയ്ക്കകത്ത് കയറി ആവശ്യമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് വീണ്ടും ഒരു മാറ്റം വന്നു. 2010 കൂടി ഇ കൊമേഴ്സ് കമ്പനീസ് വന്നു. വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോണിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നു, വീട്ടിനകത്തേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നു. ഇവിടെയൊക്കെ തന്നെ നമ്മളൊരു ഉപഭോക്താവ് മാത്രമായിരുന്നു. നമ്മളൊരു പണം മുടക്കുന്നു, അതിന് തുല്യമായിട്ടുള്ള ഉൽപ്പന്നം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഇങ്ങനെയെങ്കിൽ 2020 കൂടി ലോകത്ത് കമ്മ്യൂണിറ്റി കൊമേഴ്സ് കമ്പനീസ് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രി പോലുള്ള കമ്മ്യൂണിറ്റി കൊമേഴ്സ് കമ്പനികൾ. ഇതുവരെ നമ്മൾ ഉപഭോക്താവായി മാത്രം കണ്ടുകൊണ്ടിരുന്ന അവസ്ഥ മാറി ഇന്ന് ആ ഉപഭോക്താവിന് തന്നെ ബിസിനസ്സുകാരനായി മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്ന മാർക്കറ്റിംഗ് ടെക്നോളജീസ് വന്നു കഴിഞ്ഞു. അതാണ് ഇൻഡസ് വിവ. അതുകൊണ്ടാണ് ഇൻഡസ് വിവ ഇന്ന് 2020 ഇത്രയും വളരെ വലിയ രീതിയിൽ വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ ഉൽപ്പന്നം വാങ്ങിച്ചു ഉപഭോക്താക്കളായിരുന്നു. ഇന്ന് ആ ഉപഭോക്താവ് ആകുന്നതോടൊപ്പം തന്നെ ആ ഒരു ബിസിനസ്സിൽ കൂടി പങ്കാളിയാവാനുള്ള സാഹചര്യം നമുക്ക് കിട്ടി. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇൻഡസ് വിവ ബിസിനസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചതിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടും. ഇങ്ങനെയെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ്? Community commerce is a revolutionary mechanism to replace advertisement, intermediates and retail shop from the marketing of a product. ഒരു ഉൽപ്പന്നം നമ്മളിലേക്ക് ഇന്നലെ വരെ എത്തിയത് ഒരുപാട് ഇടനിലക്കാരിലൂടെയാണ്. പരസ്യങ്ങളിലൂടെയും ഇടനിലക്കാരിലൂടെയും നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്ന ഉൽപ്പന്നത്തിന് പകരം ഇന്ന് കമ്പനികൾ നേരിട്ട് നമ്മളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ്. ഉപഭോക്താക്കളുടെ ശൃംഖലകൾ വഴി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടെക് സാവി എന്റർപ്രണർ ആവാനുള്ള ഒരു ചാൻസ് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഇതുവരെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പും ഇതൊക്കെ ഒരു വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു വിതരണ ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിച്ചാൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് കമ്മ്യൂണിറ്റി കോമേഴ്സ്. ഇടനിലക്കാരായി നമ്മൾ മാറുകയാണ്. ഇന്നലെ വരെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചപ്പോൾ നമ്മളൊരു ഉപഭോക്താവ് മാത്രമാണ്. ഇവിടെ പക്ഷേ നിങ്ങൾ റീറ്റെയിലർ ആണ്, ഹോൾസെയിലർ ആണ്, ഡിസ്ട്രിബ്യൂട്ടർ ആണ്, സ്റ്റോക്കിസ്റ്റ് ആണ്. അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് പരസ്യങ്ങൾ പറഞ്ഞിട്ട് അതിന് പണം വാങ്ങുന്ന ആളുകളും നമ്മൾ തന്നെയാണ്. ഇങ്ങനെ ആ ഇടനിലക്കാരൻ എല്ലാമായിട്ട് നമുക്ക് മാറിക്കൊണ്ട് ഉപഭോക്താവിന് ബിസിനസ്സുകാരനായി മാറാനുള്ള ചാൻസ് ഉള്ള ഇൻഡസ്ട്രിയാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം എവിടുന്നാണ് നമുക്ക് ഈ വരുമാനമൊക്കെ വരുന്നത്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖല, ഈ മീഡിയേറ്റേഴ്സ് എല്ലാവരും കൈകാര്യം ചെയ്ത കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോണിലൂടെ നമ്മളൊന്ന് പരിശീലിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കമ്പനിയുടെ പേരാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2014 ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ട് ആരംഭിച്ച കമ്പനിയാണ് ഇൻഡസ് വിവ.
150% ആണ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റ്. നിർബന്ധമായിട്ടും ഈ സാഹചര്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. കാരണം ലോകത്ത് 2020 മാർച്ചിൽ കോവിഡ് വന്നതിന് ശേഷം ലോകത്തെ തൊഴിൽ മേഖലകൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാം തന്നെ താഴേക്ക് വന്ന സാഹചര്യത്തിൽ ഇന്ന് 150% ഗ്രോത്ത് റേറ്റ് ആണ് ഈ കമ്പനിക്ക് ഉള്ളതെങ്കിൽ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് വന്നൊരു കമ്പനിക്ക് അകത്തേക്കാണ് നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. 2014 ആരംഭിച്ചു. ബിയോണ്ട് 21st സെഞ്ചുറി എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ മോട്ടോ. എന്താണ് ബിയോണ്ട് 21st സെഞ്ചുറി? 21ാം നൂറ്റാണ്ടിനപ്പുറം ഞാനും നിങ്ങളും ഉണ്ടാവില്ല. പക്ഷേ അന്നും നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഈ തൊഴിൽ മേഖലയിലൂടെ നമ്മളുടെ അടുത്ത തലമുറകൾക്ക് ബെനിഫിറ്റ് എത്തുന്ന രീതിയിലേക്കുള്ള വിഷനുമായിട്ട് വന്നിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഫാസ്റ്റസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ് വിവ. നമ്മൾ ഓൾറെഡി US-ലും റുവാണ്ടയിലും നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഈസ്റ്റ് ആഫ്രിക്കയിൽ നമ്മുടെ പ്രാതിനിധ്യമുണ്ട്. USA, അമേരിക്കൻ ഐക്യനാടുകളിലും നമ്മുടെ പ്രാതിനിധ്യമുണ്ട്. അതായത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ തൊഴിൽ മേഖല 25 വർഷം മുമ്പാണ് ഇന്ത്യയിലേക്ക് വന്നത്. 25 വർഷം മുമ്പ് ഏത് രാജ്യത്ത് നിന്നാണോ, ഏത് നാട്ടിൽ നിന്നാണോ ഇന്ത്യയിലേക്ക് ഈ വ്യവസായം വന്നത്, അതേ നാട്ടിൽ പോയി കൊടിനാട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ് വിവ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് US-ലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്ഡ് ബൈ ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ ആണ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം റിസർച്ചും ഡെവലപ്മെന്റും ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. 2019-20 സാമ്പത്തിക വർഷം എന്നെ പോലെ നിങ്ങളെ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ഈ കമ്പനി ലാഭമായി കൊടുത്തത് 300 കോടി രൂപയാണ്. 300 കോടി രൂപ 2019-20 സാമ്പത്തിക വർഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ലാഭമായി എത്തിച്ചു കൊടുത്തൊരു കമ്പനിയാണ്. എന്തുകൊണ്ട് ഈ കമ്പനി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കമ്പനി ഓൺഡ്, കമ്പനി ഓപ്പറേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. വൈബ്രന്റ് വിവ എന്ന് പറയും. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ വന്നാലും, വിദ്യാർത്ഥി ആയിക്കോട്ടെ, വീട്ടമ്മയായിക്കോട്ടെ, ഉദ്യോഗസ്ഥനായിക്കോട്ടെ, പ്രൊഫഷണലി ഓൾറെഡി ഒരു പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ വന്നാലും നമ്മൾക്ക് വ്യക്തമായ നോളജുകൾ തന്ന് ഈ സിസ്റ്റത്തിലേക്ക് നമ്മളെ ആകർഷിച്ച് സിസ്റ്റം പഠിപ്പിച്ച് നമ്മളെ വിജയിപ്പിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൂവൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതാണ് വൈബ്രന്റ് വിവ. ആ വൈബ്രന്റ് വിവയാണ് ഇന്നിപ്പോ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തുടക്കക്കാരന് എങ്ങനെ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഓർഗനൈസ് ചെയ്തിരുന്നത് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പ്രോഡക്റ്റ് വിത്ത് പവർ. നമുക്കറിയാം ഈ മേഖലയിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് ഈ മണിക്കൂറുകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ ലോക ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസ് ഇസ് നോട്ട് എ ടോപ്പിക് ദാറ്റ് ക്യാൻ ബി ഇഗ്നോർഡ് ബൈ എനിവൺ ദീസ് ഡേയ്സ്. ഇന്ന് ആർക്കും വെക്കാൻ സാധിക്കാത്തൊരു സബ്ജക്റ്റാണ് ഹെൽത്തും വെൽനസും. ഈ മണിക്കൂറുകളിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ആണ് താൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട സബ്ജക്റ്റ് അവനവന്റെ ശരീരത്തെ പറ്റിയല്ലേ? ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അവനവന്റെ ശരീരത്തെ പറ്റിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് വളരെ കുറവ് നമുക്ക് അറിവുള്ള ഒരു സബ്ജക്റ്റും നമ്മളുടെ ശരീരമായിരുന്നു. എപ്പോ വരെ? കോവിഡ് വരുന്നതിന് മുമ്പ് വരെ. പക്ഷെ ഇന്ന് COVID-19 വന്നപ്പോൾ നമ്മൾ എല്ലാവരും ജാഗരൂകരാണ്. എല്ലാവരും ഹെൽത്ത് ആൻഡ് വെൽനസ് കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ശരീരത്തെ പറ്റി, ഇമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബോധവാന്മാരാണ്. എല്ലാ കുടുംബത്തിനും അത്യാവശ്യവുമാണ് ഇന്ന് ഇമ്മ്യൂണിറ്റി. എങ്ങനെയെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ മണിക്കൂറുകളിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ വാലിഡേറ്റ് ചെയ്തിരിക്കുന്ന ആയുർവേദിക് പ്രിൻസിപ്പിൾ, പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ് അബൌട്ട് ദ പ്രോഡക്റ്റ്, ഇറ്റ്സ് ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ്. നിങ്ങളെ സംബന്ധിച്ച് ഓരോ പ്രൊഡക്റ്റിന്റെയും വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഓരോ പ്രൊഡക്റ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി ഓരോ പ്രൊഡക്റ്റിന്റെയും പേഴ്സണൽ ടെസ്റ്റിമോണീസ് ഒക്കെ എടുത്ത് വെച്ച് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് വെബ്സൈറ്റുകളിൽ കയറി പരിശോധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈൻ ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പ്രോഡക്റ്റ് കൊടുത്തിട്ട് കിട്ടിയ പേഴ്സണൽ ടെസ്റ്റിമോണീസ് ഉണ്ടാവും. അതെല്ലാം കണ്ടും കേട്ടും ഈ പ്രോഡക്റ്റ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ബിസിനസ് പ്രോഡക്റ്റുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ വാട്ട് വി ഷെയർ ഷുഡ് കീപ് ദ ഹെഡ് അപ്പ് വിത്ത് പ്രൈഡ്. അഭിമാനത്തോടു കൂടി ഈ ഉൽപ്പന്നങ്ങൾ ആർക്ക് മുമ്പിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അഭിമാനത്തോടു കൂടി ഈ ഉൽപ്പന്നങ്ങൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പ്രൈഡ് ക്യാൻ ടേക്ക് ദ വേർഡ് ടു ലോങ്ങർ ഡിസ്റ്റൻസ്.
ഡിസ്റ്റൻസസ്. അഭിമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്കുകളെ ഒരുപാട് അകലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ സ്വയം ഉപയോഗിക്കുക. ആ പേഴ്സണൽ ടെസ്റ്റിമോണി ഈ ബിസിനസ്സിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാനസിക അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഈ ബിസിനസിന്റെ ഹീറോ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റുകൾ തന്നെയാണ് ഈ ബിസിനസിന്റെ ഹീറോ. ഇനി ഡ്രീം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗോപൻ സാർ ഈ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് വിവ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷനിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ വൈബ്രന്റ് വിവ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്തിന് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമ്മൾ മനസ്സിൽ കാണണം. വെൻ യുവർ വൈ ഈസ് ക്ലിയർ ദ ഹൗ ഈസ് ഈസി, അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ എന്തിന് എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അപ്പോ ഒരു ഡ്രീം എല്ലാ ആളുകൾക്കും ഉണ്ട് സ്വപ്നങ്ങൾ. ഏത് കൊച്ചുകുട്ടി മുതൽ ഏത് വലിയ ആളുകൾക്ക് വരേക്കും സ്വപ്നങ്ങളുണ്ട്. ഇല്ലെങ്കിൽ മുത്തച്ഛന്മാർ, നമ്മളുടെ മുത്തച്ഛന്മാർക്ക് പോലും ചെറിയ പ്രായത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു സ്വപ്നമുള്ള ആളാവണം. ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ വേണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്താണ്. നിങ്ങളൊരു സ്വപ്നമുള്ള ആളായിരിക്കണം. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറുള്ള ആളായിരിക്കണം. ആ സ്വപ്നങ്ങളെ പറ്റി പഠിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ആഴ്ചയിൽ 6 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുന്ന ആളായിരിക്കണം. ഇത് 3ഉമാണ് ഈ മേഖലയിൽ വിജയിക്കാൻ വേണ്ട ഇൻവെസ്റ്റ്മെന്റ്. അത് കേട്ടിട്ടാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത്. ഇങ്ങനെയെങ്കിൽ ഒരു സ്വപ്നത്തിന് ഈ മേഖലയിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ഒരു സ്വപ്നം? A dream is a vision of possible future outcome yet to be revealed. Dreams are the fruit of the future that is sowed today. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നതിന് നാളെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മളുടെ സ്വപ്നങ്ങളുടെ രൂപത്തിൽ നമ്മൾ ഇന്ന് വിതയ്ക്കുമ്പോൾ അത് നമ്മൾ പ്രവൃത്തിയുമായിട്ട് യോജിക്കുമ്പോൾ നാളുകളിൽ നമുക്ക് വലിയ റിസൾട്ട് കിട്ടും. അതായത് ഈ ബിസിനസ്സിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോസ് ഒന്നുമില്ലാത്ത ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. ഇൻഡസ്വാ ബിസിനസ്സിൽ ഞാൻ നിങ്ങളുടെ ബോസ് അല്ല, എന്റെ അപ്ലൈൻ ലീഡേഴ്സ് എനിക്ക് ബോസ് അല്ല. നമ്മൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നത് നമ്മളെ സ്വപ്നങ്ങളിൽ നിന്നാണ്. എന്തിന് ഞാൻ ഇത് ചെയ്യണം, അവിടെയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിലേക്ക് നമ്മൾ അതിനുശേഷമേ കടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ ആ സ്വപ്നങ്ങളെയൊക്കെ തന്നെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് വെക്കണം. ഇനി ഒരുപാട് പേരൻസ്, രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുന്നു. നിങ്ങൾക്കും ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കണം. കാരണം നിങ്ങൾ എത്രത്തോളം വലിയ സ്വപ്നങ്ങൾ കണ്ടാലും ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വെഹിക്കിളാണ് ഇൻഡസ് വിവ. സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ where there is no dream, people will simply waste time. ഇത്രയും വലിയ അവസരം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ മേഖലയെ പറ്റി പഠിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സമയം അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ വരില്ല. നിങ്ങൾക്കൊരു സ്വപ്നമില്ലെങ്കിൽ നമ്മൾ ചുമ്മാ വിത്തൗട്ട് എ ഡ്രീം എ മാൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എ കോമ്പസ്. അങ്ങനെയാണ്. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യൻ കോമ്പസ് ഇല്ലാത്ത കപ്പൽ പോലെയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വരുന്നൊരു പൊങ്ങുതടി. ആ പൊങ്ങുതടി ഒന്ന് കാല് വെച്ച് തടഞ്ഞു നിർത്തി നമ്മൾ ചോദിക്കുകയാണ് പൊങ്ങുതടിയോട്, പൊങ്ങുതടി നീ എവിടെ പോകുന്നു? എവിടുന്ന് വരുന്നു? എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത്? ഒരു ഉത്തരവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകണമെങ്കിൽ, അത് പരിശീലിക്കാൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ എന്തിന് ഞാനിത് ചെയ്യണം എന്നതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. സോ യു ഷുഡ് ഹാവ് എ ഡ്രീം. You should have a dream to become successful in life. For that you need a goal and a milestones. നിർബന്ധമായിട്ട് നിങ്ങൾക്കൊരു സ്വപ്നം വേണം. കാരണം ഇൻഡസ്വാ ബിസിനസ് സ്വപ്നങ്ങൾ ഉള്ളവർ മാത്രം വിജയിക്കുന്ന ബിസിനസ്സാണ് ഇൻഡസ്വാ ബിസിനസ്. ഇൻഡസ്വാ ബിസിനസ് സ്വപ്നമുള്ള ആള് മാത്രം രക്ഷപ്പെടുന്ന ബിസിനസ്സാണ്. സ്വപ്നം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് മാത്രം മതി ജീവിതത്തിൽ രക്ഷപ്പെടാൻ. നിങ്ങളുടെ സാമ്പത്തിക നിലവാരമോ നിങ്ങളുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇവിടെ വിഷയമില്ല. സ്വപ്നമുണ്ടോ ഇൻഡസ്വാ ബിസിനസ് ചെയ്യൂ, നിങ്ങൾക്ക് വിജയിക്കാം. സ്വപ്നമില്ലെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് പ്രയോജനമാവില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എങ്ങനെ ഈ ബിസിനസ്സിനെ നോക്കി കാണണം എന്ന് എന്റെ സെഷനിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്നു, വ്യക്തമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കാൻ തയ്യാറാവുക. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിവാ ബിസിനസ്സിനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുക. ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റുള്ള എല്ലാ തൊഴിൽ മേഖലകളും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ് വിവ നമുക്ക് ചെയ്തുകൊണ്ട് മാത്രമേ പഠിക്കാൻ പറ്റൂ. എന്താ ഞാൻ പറഞ്ഞ പോയിന്റ്? മറ്റുള്ള എല്ലാ തൊഴിൽ മേഖലകളും പഠിച്ചതിന് ശേഷം വന്ന് പ്രവർത്തിക്കുമ്പോൾ ഇൻഡസ് വിവ ബിസിനസ് നിങ്ങൾക്ക് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരണമെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം വേണം. സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് ഫോക്കസ് ചെയ്ത് സമയം കൊടുക്കുള്ളൂ.
പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. പഠിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്ന മേഖലയല്ല ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒക്കെ തന്നെ നിങ്ങൾ ഈ സമയത്തൊന്ന് പൊടി തട്ടി എടുക്കുക. ഇനി എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് കരുതുന്നതിന് പകരം ഇന്ന് എന്റെ കയ്യിൽ ഇൻഡസ്ട്രി ബിസിനസ് ഉണ്ട്. കോവിഡ് സാഹചര്യത്തിൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ സമ്പാദിച്ച ഒരു അവസരം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്റെ ഓരോ സ്വപ്നങ്ങളും ഞാൻ ഇതിലൂടെ നേടിയെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി എന്റെ അടുത്തടുത്ത സ്ലൈഡുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഞാൻ എന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെയും പറയാറുണ്ട്, ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇൻഡസ്ട്രി. ഞാൻ 6 വർഷമായി ഈ മേഖലയിൽ സഞ്ചരിക്കുകയാണ് ഇൻഡസ്ട്രിയൊക്കെ. ഈ 6 വർഷത്തിനിടയ്ക്ക് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇൻഡസ്ട്രി. സാമ്പത്തിക മാന്ദ്യത്തിനും 2 പ്രളയത്തിനും കൊറോണയുടെ 1ാം ഘട്ടത്തിനും 2ാം ഘട്ടത്തിനും പിടിച്ചുലയ്ക്കാൻ സാധിക്കാത്ത ദൈവത്തിന്റെ കരസ്പർശമുള്ള ബിസിനസ് മോഡൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിങ്ങളുടെ സ്വപ്നങ്ങളെ പൊടി തട്ടിയെടുക്കാം. പ്രവർത്തിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ബിസിനസ് നിങ്ങളെ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കും. 100% ഗ്യാരണ്ടിയാണത്. ഇങ്ങനെയെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവർ ഗോൾ ഷുഡ് ബി ടു ബിക്കം എ ക്രോർപതി. ഒരു കോടീശ്വരനാവുക എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഗോൾ. അതിൽ കുറച്ചൊരു ഗോൾ ലക്ഷ്യം നിങ്ങൾ വെക്കേണ്ട സാഹചര്യം ഇല്ല. ഇൻഡസ്ട്രിക്ക് പുറത്തൊരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളായിരിക്കാം. പക്ഷെ ഇൻഡസ്ട്രിക്ക് അകത്ത് സ്വപ്നങ്ങൾ ഉള്ളവർക്ക് വിജയിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾ എത്തിയ സ്ഥിതിക്ക് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരു കോടീശ്വരനാവുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഒരു മിനിമം ഗോൾ. എങ്ങനെ? ബൈ അച്ചീവിങ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്ക്. നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്ക് അച്ചീവ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയമണ്ട്ഷിപ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഡയമണ്ട്ഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കോടി രൂപ ഇൻകം സമ്പാദിക്കാൻ സാധിക്കും. ഒരു കോടീശ്വരനാവണമെങ്കിൽ ഇൻഡസ്ട്രി ബിസിനസ്സിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയാൽ മതി. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ഗോളായി നിങ്ങൾ ആ കാര്യം വെക്കണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒറ്റ പോയിന്റ് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോടീശ്വരനാവുക, 1 കോടി രൂപ സമ്പാദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ എല്ലാം 2 തവണ നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? എല്ലാം നടക്കുന്നത് 2 തവണയാണ്, 2 സമയങ്ങളിലാണ്, 2 രീതിയിലാണ്. നിങ്ങൾ ബൈക്ക് എടുത്തു, ഒന്ന് ബൈക്ക് വാങ്ങിച്ചപ്പോഴാണ്, 2 നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ ആദ്യം ബൈക്ക് എടുത്തത്, അതിനുശേഷമാണ് ബൈക്ക് വാങ്ങിച്ചത്. നിങ്ങളൊരു പുതിയ കാർ വാങ്ങുന്നു, നിങ്ങൾ ആദ്യം മനസ്സിൽ അത് വാങ്ങിച്ചു, അതിനുശേഷമാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ അത് വാങ്ങിച്ചത്. കറക്റ്റ് അല്ലേ? ഇങ്ങനെയെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു മാറ്റം വരണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇൻഡസ്ട്രി ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ചേഞ്ച്, ഫസ്റ്റ് യു ചേഞ്ച്. നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം നിങ്ങളിൽ നിന്ന് ആരംഭിക്കണം. അതെവിടെയാണ് ആരംഭിക്കണം? മാറ്റം ഫലത്തിനാണ് വരുത്തേണ്ടതെങ്കിൽ തിരുത്തേണ്ടത് വേരിനെയാണ്. മാറ്റം ഫലത്തിനാണ് വരുത്തേണ്ടതെങ്കിൽ തിരുത്തേണ്ടത് വേരിനെയാണ്. ദൃശ്യമായതിനെ തിരുത്തണമെങ്കിൽ അദൃശ്യമായതിനെ ആദ്യം തിരുത്തണം. നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ട് 1 കോടി രൂപ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സാകുന്ന ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപ നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആദ്യം എവിടെ വരണം? ഇവിടെ വരണം. നിങ്ങൾ ഇൻഡസ്ട്രി ബിസിനസ്സിൽ ഒരു ക്രോർപതിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. യു ക്യാൻ ചേഞ്ച് യുവർ റിയാലിറ്റി ബൈ ചേഞ്ചിങ് യുവർ മെന്റാലിറ്റി. നിങ്ങളുടെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് നിങ്ങൾ അതങ്ങ് തീരുമാനിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓരോ മൈൽ സ്റ്റോണുകളും സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആവണം, സ്റ്റാർ 250 ആവണം, 500 ആവണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. ആ മനോഭാവത്തിലേക്ക് നിങ്ങൾ എത്തണം. ഞാൻ ഈ ബിസിനസ്സിൽ വന്നു, എത്രയോ ആളുകൾ കൊറോണ സമയത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ്, 63 വ്യക്തികളെ കോടീശ്വരന്മാരാക്കിയ ബിസിനസ്, 1000കണക്കിന് ആളുകളെ മില്യണേഴ്സ് ആക്കിയ ബിസിനസ്, ലക്ഷക്കണക്കിന് ആളുകളെ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ലക്ഷാധിപതികളാക്കിയ ഒരു ഓപ്പർച്യൂണിറ്റിക്കകത്ത്, ലീഗലായിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്കകത്ത് ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്കും ഒരു കോടീശ്വരനാവണം. ജനിക്കുമ്പോൾ നമ്മൾ കോടീശ്വരനല്ലെങ്കിൽ അതൊരിക്കലും നമ്മളുടെ കുറ്റമല്ല. പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരനായി മരിച്ചാൽ അത് നമ്മളുടെ മാത്രം കുറ്റമാണ്. ലോകത്ത് കോടീശ്വരന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബിൽ ഗേറ്റ്സ് പറഞ്ഞതാണ്, ഇഫ് യു ബോൺ പുവർ ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ഇഫ് യു ഡൈ പുവർ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ ജനിച്ചത് ദരിദ്രനായിട്ടാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ കുറ്റമല്ല. പക്ഷെ മരിക്കുമ്പോൾ ദരിദ്രനായിട്ട് മരിച്ചാൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. കാരണം ദൈവം എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. ആ അവസരങ്ങളെ കണ്ട് മനസ്സിലാക്കി എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള വ്യക്തികൾ വിജയിക്കും. അപ്പോ ഒരു സ്വപ്നം നിർബന്ധമാണ്. ഇൻഡസ്ട്രി ബിസിനസ്സിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവണം.
എത്രയോ ആളുകൾ അത് പ്രൂവ് ചെയ്തു. ആ കാറ്റഗറിയിലേക്ക് എനിക്കും വരണം. അത്തരത്തിലൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഘട്ടം ഘട്ടമായി നിങ്ങളുടെ ജീവിതത്തെ, നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആണ് ഇൻഡസ്ട്രി. ഒരു ലാഖ്പതി ആയിട്ടും അവിടുന്ന് ഒരു മില്യണർ ആയിട്ടും അവിടുന്ന് ഒരു ക്രോർപതി ആയിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരാൻ സാധിക്കും. വാട്ട് അബൌട്ട് ഓപ്പർച്യൂണിറ്റി? എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി? It's not like Indusva opportunity will make you a crorepati, but what you know about Indusva opportunity will make you a crorepati. Indusva opportunity നിങ്ങളെ കോടീശ്വരനാക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. Indusva ഓപ്പർച്യൂണിറ്റിയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ എത്രത്തോളം ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നു, അതാണ് നിങ്ങളെ ഇൻഡസ്ട്രി ബിസിനസ്സിൽ ഒരു കോടീശ്വരനാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബിസിനസ്സിൽ ഒരു കോടീശ്വരനാവണമെങ്കിൽ ഈ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് ഈസ് നോട്ട് എ ലോട്ടറി ടിക്കറ്റ്. ഇതൊരു ലോട്ടറി ടിക്കറ്റ് ഒന്നുമല്ല. ദിസ് ഈസ് എ കരിയർ ഓപ്ഷൻ. ഇതൊരു കരിയർ ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, 1000 ദിവസത്തിന്റെ അധ്വാനം ആവശ്യമുണ്ട് ഈ മേഖലയിൽ ഒരു വ്യക്തിക്ക് ഒരു കോടീശ്വരനാവാൻ. എത്ര ദിവസത്തിന്റെ അധ്വാനം? 1000 ദിവസങ്ങളുടെ അധ്വാനം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ മകൻ, മകൾ, അനിയൻ, അനിയത്തി, നിങ്ങൾ അവരെ MBBS പറഞ്ഞയക്കുകയാണ്. ആ കോഴ്സിന് പോകുന്നതിന് മുമ്പ് ഒരു പക്ഷേ ബ്ലഡ് കണ്ടാൽ തല കറങ്ങി വീഴുന്ന ആളാണ് നിങ്ങളുടെ അനിയൻ, അനിയത്തി, മകൻ, മകൾ. പക്ഷെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഔസർജൻസി ഒക്കെ കഴിഞ്ഞു, തിരിച്ചു വന്നാൽ അവൻ ഒരു പ്രൊഫഷണൽ ഡോക്ടറാണ്. ആജീവനാന്തകാലം ആ പ്രൊഫഷനിൽ നിന്ന് പിന്നീട് അവർക്ക് വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഇങ്ങനെ തന്നെയാണ് LLBക്ക് പറഞ്ഞയച്ചാലും. LLBക്ക് പോകുന്നതിന് മുമ്പ് IPC 420 407 ഒന്നും അറിയില്ല. പക്ഷേ പഠിച്ചു വന്ന് പ്രൊഫഷണലി ആ കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആണ്. ആജീവനാന്തകാലം ആ തൊഴിൽ മേഖലയിൽ നിന്ന് വരുമാനം സമ്പാദിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ 1000 ദിവസം നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ആജീവനാന്തകാലം നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലീഗൽ ആയിട്ടുള്ള പ്രൊഫഷനാണ് ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് തന്നെ 1000 ദിവസത്തിന്റെ അധ്വാനമാണ് നിങ്ങളോട് ഈ ദിവസം ഞാൻ ചോദിക്കുന്നത്. 1000 ദിവസത്തിന്റെ അധ്വാനം, 1000 ദിവസം പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, 1000 ദിവസം പ്രവർത്തിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഒരു കോടീശ്വരനാവുക എന്നുള്ളത് ഏത് വ്യക്തിക്ക് വേണമെങ്കിലും സാധിക്കും. കാരണം അത് തെളിയിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വൈബ്രന്റ് വിവ. പക്ഷേ യു വിൽ ബി ഫേസിങ് മെനി ഫെയിലിയർ. നിങ്ങൾ ഒരുപാട് പരാജയങ്ങൾ കാണേണ്ടി വരും. 10 പേരോട് പറയുമ്പോൾ 10 പേര് മേ ബി നിങ്ങളോട് നോ പറയും. അവിടെ നിങ്ങൾ തളരാൻ പാടില്ല. 11ാമത്തെ ആളിടത്തേക്ക് സ്ഥിരോത്സാഹത്തോടു കൂടി നിങ്ങൾ പോകണം. കാരണം എന്താ? നിങ്ങൾ ഈ മേഖല തിരഞ്ഞെടുത്തത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. റിജക്ഷൻസ് ഉണ്ടാവും, പലരും നിങ്ങളോട് നോ പറയും. ആ റിജക്ഷൻസിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. സ്റ്റാർ 250 ആവണമെന്ന് തീരുമാനിച്ചു, ഈ വെള്ളിയാഴ്ച എന്നെ കൊണ്ട് 100 PVയിൽ എനിക്കത് മിസ്സായി. നിങ്ങൾ നിരാശരാവണ്ട. ആഴ്ചകൾ അടുത്ത ആഴ്ച വീണ്ടും വരാൻ പോവുകയാണ്. വീക്ക് നമ്പർ 395 കൂടി ലോകം അവസാനിച്ചിട്ടില്ല. 396 വരുന്നു. നിങ്ങൾ കീപ് ട്രൈങ്. നിങ്ങൾ ഇനിയും പരിശീലിച്ചാൽ മതി. പരിശീലനമാണ് ഈ ബിസിനസ്സിന് മുന്നോട്ട് പോവുക. അയ്യോ, എന്റെ ബിസിനസ് മെല്ലെ മെല്ലെ അല്ലേ വളരുന്നുള്ളൂ, എനിക്കൊരു നിരാശ. ഞാൻ നോക്കി കാണുമ്പോൾ ഞാൻ ആരംഭിച്ച അതേ ആഴ്ച മറ്റൊരാൾ ബിസിനസ് ആരംഭിച്ചു, അദ്ദേഹം 250 കഴിഞ്ഞു, 500 ആയി, ഞാനത് ആയിട്ടില്ലല്ലോ. നിരാശപ്പെടണ്ട. നിങ്ങളുടെ 250ഉം 500ഉം അവിടെ ഉണ്ട്. നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിനുവേണ്ട നോളജുകൾ എടുത്ത് ആ സിസ്റ്റത്തിലേക്ക് എന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നു അന്ന് അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ റാങ്ക് 250 എനിക്ക് കവർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അത് എന്നാണോ അന്ന് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ദെൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. COVID-19 വന്ന പോലുള്ള പാൻഡമിക് സിറ്റുവേഷൻസ് ഒക്കെ വരും. ഇങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് 1000 ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പ്രതിസന്ധികൾ വരും. നമ്മൾ എന്റർപ്രണേഴ്സ് ആവാൻ വന്നതാണ്, സംരംഭകനാവാൻ വന്നതാണ്, ബിസിനസ്സുകാരനാവാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആരാണ് എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ? എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? The person who undertakes risk is called as an entrepreneur. ആരാണോ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളത് അവരാണ് എന്റർപ്രണേഴ്സ്. സംരംഭകനാവാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചലഞ്ചസുകളെ, പരാജയപ്പെട്ട് 10 പേരോട് പറഞ്ഞു, 10 പേര് നോ പറഞ്ഞു, 11ാമൻ, 12ാമൻ, 13ാമൻ, അങ്ങനെ ഒരുപാട് നോകൾ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് ഞാൻ പറഞ്ഞത് 10 പേരോട് പറഞ്ഞാൽ 10 പേര് നിങ്ങളോട് നോ പറയും എന്നല്ല. മേ ബി പറഞ്ഞാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് തന്നെ പോകണം. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. അങ്ങനെ 1000 ദിവസം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിവാ ബിസിനസ്സിലൂടെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് നത്തിങ് ബട്ട് യുവർ മൈൻഡ് സെറ്റ്. ആ മനോഭാവം നിങ്ങളെ വിജയിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, ഇൻഡസ്ട്രി കമ്പനിയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, ഈ ഉൽപ്പന്നങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. എന്തെല്ലാം വന്നാലും നിങ്ങളുടെ അപ്ലൈൻ ലീഡറുടെ കൈ പിടിച്ചുകൊണ്ട് ആ ഒരു കൈപ്പിടി മാറ്റാതെ
1000 ദിവസങ്ങൾ എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം പ്രശ്നങ്ങൾ അതിനിടയിൽ വന്നാലും 1000 ദിവസം നിങ്ങൾ അപ്ലൈന്റെ കൈ മുറുകെ പിടിച്ച് ഇൻഡസ്വ പറയുന്ന വൈബ്രന്റ് വിവ സിസ്റ്റത്തിലൂടെ ഈ ഇൻഡസ്ട്രിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായാൽ, പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ഏത് വ്യക്തിക്കും വിജയിക്കാൻ സാധിക്കുന്ന ലോകത്തെ ഒരേ ഒരു വിൻ വിൻ ബിസിനസ് മോഡലാണ് ഇൻഡസ്ട്രി. ഏത് വ്യക്തിക്കും വിജയിക്കാം. വിജയത്തെ നിങ്ങൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം. 1000 ദിവസം അധ്വാനിക്കണം. മറ്റുള്ള തൊഴിൽ മേഖലകളിൽ നിന്ന് ഈ തൊഴിൽ മേഖലയ്ക്കുള്ള ഒരേ ഒരു വ്യത്യാസം ഈ പറഞ്ഞ പോയിന്റാണ്. പ്രവർത്തിച്ചുകൊണ്ടേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവർത്തിച്ചുകൊണ്ട് പഠിച്ചാൽ വിജയം സുനിശ്ചിതമാണ് ഇൻഡസ്ട്രിക്കകത്ത്. അതുകൊണ്ട് ആ ഒരു മാറ്റം നിങ്ങൾ തയ്യാറാവുക. മാനസികമായി നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ടിനെ പോലെ ചിന്തിക്കുക. മനസ്സിൽ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സാകുന്ന ബാങ്ക് അക്കൗണ്ടിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ മെഴ്സഡീസ് ബെൻസ് ഡെലിവറി എടുക്കാൻ സാധിക്കും ഇൻഡസ്ട്രി വേയിലൂടെ. ആദ്യം നിങ്ങളുടെ മനസ്സിന്റെ മെഴ്സഡീസ് ബെൻസിന്റെ ഷോറൂമിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെഴ്സഡീസ് ബെൻസ് ഡെലിവറി എടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം. അത്രയ്ക്ക് പ്രധാനമുണ്ട് മനസ്സിന്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം? ഇതുവരെ ഞാൻ പറഞ്ഞത് എന്താണ്, എന്തിന് ഞാനിത് ചെയ്യണം. ഇനി എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം? ഈ ബിസിനസിന്റെ നിയമാവലിയിൽ എഴുതി വെച്ച നിയമത്തിൽ ഒന്നാമത്തെ നിയമമാണ് ലിസ്റ്റ് മേക്കിംഗ്. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്, അങ്ങനെയാണ് പറയുന്നത്. ഈ വേർഡ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വെക്കണം. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന് വേണ്ടി 1000 ദിവസം പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ആ പഠനവും പ്രവർത്തനവും ആരംഭിക്കുന്നത് എവിടെയാണ്? ലിസ്റ്റ് മേക്കിങ്ങിലാണ്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഇൻഫോസിസിന്റെ ചെയർമാൻ NR നാരായണമൂർത്തി, പഴയ ഇൻഫോസിസിന്റെ ഫൗണ്ടർ, ചെയർമാൻ, ഇൻഫോസിസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള NR നാരായണമൂർത്തി. അദ്ദേഹം ആ കമ്പനി ആരംഭിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ 5 ഫ്രണ്ട്സുകളെ ആ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹവും ലിസ്റ്റ് ചെയ്തിട്ടാണ് ആളുകളെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ യു ആൾസോ റിക്വയർഡ് എ ഫ്യൂ ബിസിനസ് അസോസിയേറ്റ്സ് ടു ഡെവലപ്പ് ദിസ് ബിസിനസ്. നിങ്ങൾക്കും ഇൻഡസ്വ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് അസോസിയേറ്റ്സിന് ആവശ്യമുണ്ട്. IT കമ്പനികൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു എഫേർട്ട് ഓറിയന്റഡ് ബിസിനസ് ആണ്, ക്യാപിറ്റൽ ഓറിയന്റഡ് അല്ല. മനസ്സിലാക്കുക. നിങ്ങൾ 10 ലക്ഷം രൂപ കഴിഞ്ഞ ആഴ്ച ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല ഇൻഡസ്ട്രിക്കകത്തേക്ക് വന്നത്. നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയബറ്റിക് മാനേജ് ചെയ്യാൻ വേണ്ടി, വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത്. അപ്പൊ ഇത് ക്യാപിറ്റൽ ഓറിയന്റഡ് അല്ല, എഫേർട്ട് ഓറിയന്റഡ് ബിസിനസ് ആണ് ഇൻഡസ്ട്രി. നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. അത് എഫേർട്ട് ഓറിയന്റഡ് ആണ്. പരിശീലിക്കുക, അധ്വാനിക്കുക, തൊഴിൽ ചെയ്യുക, ജോലി എടുക്കുക, പ്രവർത്തിക്കുക. പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ആ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ എത്ര കണ്ട് വേണമെങ്കിലും ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഇൻഡസ്ട്രി. എഫേർട്ട് ഓറിയന്റഡ് ആണ്. എന്റെ അപ്പച്ചന്റെ കയ്യിൽ 100 കോടി ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ വിജയിക്കുന്ന മേഖലയല്ല. ഞാൻ 1000 ദിവസം മാറ്റി വെച്ചാൽ അപ്പച്ചന്റെ അക്കൗണ്ടിൽ 1 രൂപ ഇല്ലെങ്കിലും എനിക്ക് വിജയിക്കാൻ പറ്റുന്ന തൊഴിൽ മേഖലയാണ് ഇത് ഇൻഡസ്ട്രി. എഫേർട്ട് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പരിശീലിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ പരിശീലനം ആരംഭിക്കുന്നത് ലിസ്റ്റ് മേക്കിങ്ങിലാണ്. എനിക്ക് ഈ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ സിമ്പിൾ ആണ്, പക്ഷേ എളുപ്പമല്ല. അപ്പൊ സിമ്പിൾ ആണെങ്കിൽ അത് ഈസി ആവണമല്ലോ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് വളരെ എളുപ്പമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഈ ബിസിനസ് ടഫാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. വൈബ്രന്റ് വിവയിൽ പ്രതിപാദനന്മാരായ ആളുകൾ കണ്ടുപിടിച്ച് എഴുതി വെച്ചൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്ത് തുടങ്ങിയത്. ഇത് ഇതേപോലെ നിങ്ങൾ ചെയ്താൽ ദിസ് ഈസ് വെരി വെരി ഈസി. ഇതുപോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും, പക്ഷെ ഇൻഡസ്വ ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ സ്കൂൾ ടീച്ചറാണ്, ഹെഡ് മാഷാണ്, പക്ഷെ ഈ സിസ്റ്റത്തിലൂടെ പോവാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ അപ്പച്ചനെ പോലെ സാധാരണ കൂലിപ്പണിക്കാരനാണ്, പക്ഷെ ഈ സിസ്റ്റം ഇതേപോലെ പോവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വളരെ എളുപ്പമായിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പോയിന്റിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ലിസ്റ്റ് എടുക്കണം. ദ ലിസ്റ്റ് ഈസ് യുവർ റോ മെറ്റീരിയൽ. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തേടിപ്പിടിക്കാനുള്ള, സ്വപ്നങ്ങളൊക്കെ ഹണ്ട് ചെയ്യാനുള്ള നിങ്ങളുടെ റോ മെറ്റീരിയൽസ് ആണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡയറി നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇന്ന് തന്നെ 150 പേരുടെ ലിസ്റ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതാണ് ഇതിന്റെ ആദ്യത്തെ തൊഴിൽ. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്.
പ്രൊഫഷണലി ഡയറക്ട് സെല്ലർ ആവാൻ നിങ്ങൾ വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ഈ ബിസിനസ്സിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ വന്നിരിക്കുകയാണ്. ആ മാറ്റം ആരംഭിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതിന്റെ നിയമാവലി, ഈ ബിസിനസിന്റെ സിസ്റ്റം പറയുന്നു 150 പീപ്പിൾസിന്റെ ലിസ്റ്റ് നിങ്ങൾ എടുക്കണം. ഡോണ്ട് പ്രീ ജഡ്ജ് വൈൽ പ്രിപ്പയറിംഗ് ദ ലിസ്റ്റ്. ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യാനേ പാടില്ല. എന്റെ സുഹൃത്തിന്റെ അനിയൻ അർജുൻ അവൻ ചുമ്മാ ക്രിക്കറ്റ് കളിച്ച് മൊബൈൽ ഗെയിമും കണ്ട് നടക്കുകയാണ്, അവന്റെ ലിസ്റ്റ് എഴുതണ്ട. അങ്ങനെ പ്രീ ജഡ്ജ് ചെയ്യാനേ പാടില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാരേജ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരിയുടെ മാരേജ് ഉണ്ടെങ്കിൽ എങ്ങനെയാ ഇൻവിറ്റേഷൻ കൊടുക്കുക? അവരൊന്ന് ക്ഷണിക്കണ്ടേ, അവർ ക്ഷണിച്ചാലും വരില്ല, അങ്ങനെയാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യും? അച്ഛന്റെ ഫാമിലി ഇത്ര, അമ്മയുടെ ഫാമിലി ഇത്ര, എന്റെ സുഹൃത്തുക്കൾ ഇത്ര, അനിയത്തിയുടെ സുഹൃത്തുക്കൾ ഇത്ര, അമ്മാവന്മാരുടെ സുഹൃത്തുക്കൾ ഇത്ര, അങ്ങനെ നമ്മൾ ലിസ്റ്റ് എടുക്കില്ലേ? അതേപോലെ യാതൊരു മുൻധാരണകളും ഇല്ലാതെ, മുൻവിധികളും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? 150 പേരുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കണം. യു വിൽ നെവർ നോ എ പേഴ്സൺസ് റിയൽ പൊട്ടൻഷ്യൽ അൺലെസ് യു പുട്ട് ഇൻ ടു എ റിയൽ ടൈം സെനാരിയോ. നമ്മൾക്ക് ഒരാളുടെയും യഥാർത്ഥ കഴിവുകളെ, യഥാർത്ഥ പൊട്ടൻഷ്യലിനെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? അവർ ഈ മേഖലയിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നു അവർക്കൊക്കെ ഇത്ര കഴിവുണ്ടായി. ഒരു പക്ഷേ എന്റെ 23 വയസ്സിലാണ് ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചത്. അന്ന് പക്ഷേ ആളുകൾ ആരും തന്നെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല അർജുൻ ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്നങ്ങളും ഈ കൺസെപ്റ്റും എന്റെ പ്രവൃത്തിയും കൂടി മാച്ചായി. അവിടെ എന്ത് ചെയ്തു? എനിക്ക് വലിയ വലിയ മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് യാതൊരു മുൻധാരണകളും മുൻവിധികളും ഇല്ലാതെ നിങ്ങൾ ഒരു ബിസിനസ്, ഹോം ബേസ്ഡ് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി അസോസിയേറ്റ്സിനെ വേണം. മിനിമം 2 പേര്, മാക്സിമം എത്ര പേര് വേണമെങ്കിലും വേണം. ആ ഒരു മനോഭാവത്തിൽ 150 പേരുടെ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റ് എടുക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും തയ്യാറാവണം. റെഡിയാണോ നിങ്ങൾ ലിസ്റ്റ് എടുക്കാൻ? ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ഇവിടെ നിന്നാണ് കേട്ടോ അത് ആരംഭിക്കുന്നത്. അതായത് ഈ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നേന്ന് ചൊല്ലി ആരംഭിച്ച് മുന്നോട്ട് പോയാൽ ഈ ബിസിനസ് വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ മേബി ചിന്തിക്കും, എന്റെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, മൊബൈൽ ഫോണിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ടല്ലോ, എന്തിന് ഞാനിത് എഴുതണം? ഈ ബിസിനസിന്റെ നിയമം പറയുന്നു എഴുതണം. കാര്യം എന്താ? നിങ്ങളൊരു പെണ്ണെടുത്ത് വെച്ച് ഡയറിയിൽ എഴുതുമ്പോൾ നിങ്ങൾ പേരെഴുതി അർജുൻ. നിങ്ങൾ ആ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടി എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. ആ എഴുത്തിനകത്തൊരു പെയിൻ ഉണ്ട്. കറക്റ്റ് അല്ലേ? മൊബൈൽ ഫോൺ നോക്കുമ്പോൾ അല്ല, ആ എഴുതുമ്പം അതിനകത്തൊരു പെയിൻ ഉണ്ട്. ടുഡേ ഈസ് പെയിൻ, ടുമോറോ ഈസ് ഗെയിൻ. ഇന്നത്തെ ആ പെയിൻ ആണ് നാളത്തെ നമുക്ക് നേട്ടം വരിക. അപ്പൊ ഇതൊരു തൊഴിൽ മേഖലയാണ്. ഈ തൊഴിൽ മേഖലയിൽ ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം, വേണ്ടേ? ഞാൻ സ്കൂൾ അധ്യാപകനാണെങ്കിൽ സ്കൂൾ അധ്യാപകന്റെ തൊഴിൽ എന്താണ്? കുട്ടികളെ പഠിപ്പിക്കലാണ്. ഞാൻ കുട്ടികളെ ബുക്ക് വെച്ചൊന്നും പഠിപ്പിക്കില്ല എന്ന് നമ്മൾ പറയോ? ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി തന്നെ തയ്യാറാവണം. ഒരു പക്ഷേ നിങ്ങളെക്കാളൊക്കെ പ്രായം കുറഞ്ഞവനാണ് ഞാൻ. പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഞാനായിട്ട് കണ്ടുപിടിച്ച് പറയുന്നതല്ല. എനിക്ക് മുകളിൽ വിജയിച്ച ആളുകൾ എഴുതി വെച്ച സിസ്റ്റം, അവര് പറഞ്ഞ കാര്യം നിങ്ങളിലേക്കൊരു ദൂതനായി ഞാൻ എത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങൾ അത് എഴുതാൻ തയ്യാറാവണം. ആ എഴുതുമ്പോൾ നമ്മളുടെ മനസ്സിൽ കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പെയിൻ ഉണ്ട്. നമ്മൾ മനസ്സിൽ അവരെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അർജു, അടുത്തയാൾ വന്നു, അടുത്തയാൾ. അങ്ങനെ നിങ്ങൾ നിർബന്ധമായിട്ടും, ഇന്ന് ശനിയാഴ്ചയാണ്, ഈ ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ 150 പേരുടെ ലിസ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ ഫിനിഷ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് സെലക്ഷൻ ആണ്. 150 പേരുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിനെ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് സെലക്ഷൻ നമ്മൾ അതിന് നടത്തും. എങ്ങനെയാണ് നടത്തുക? ഇതില്ലേ മുൻവിധികൾ ഇല്ലാതെ ലിസ്റ്റ് എഴുതി, ഇനി മുൻവിധികൾ കുറച്ചൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ആരെ ഞാൻ ആദ്യം ഈ അവസരം കാണിക്കണം, ആർക്ക് ഞാൻ ആദ്യം ഈ അവസരം കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ഷൻ നടത്തണം. അതെന്ത് ചെയ്യണം? ഗീവ് പ്രയോറിറ്റി ഫോർ ദ പീപ്പിൾ ഹു ആർ ഇൻ ദ ഏജ് ബ്രാക്കറ്റ് ഓഫ് 25 to 55. 25 വയസ്സിന് മുകളിലും 55 വയസ്സിന് താഴെയുമുള്ള, കല്യാണം കഴിഞ്ഞിട്ടുള്ള, നിലവിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, വരുമാനത്തിന് അത്യാവശ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഒരു ഡയറിയിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ, ഇത്തരക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റെഡ് ഇങ്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ അത് എന്തായി? സെലക്ഷൻ ആയി. അപ്പൊ എന്തുകൊണ്ടാണ് 25 വയസ്സിന് മുകളിൽ നോക്കണം എന്ന് പറയുന്നത്? 25 വയസ്സിന് താഴെയൊക്കെ ആകുമ്പോൾ ഒരു മെച്യൂരിറ്റി ലെവലൊക്കെ വളരെ താഴെയായിരിക്കും. എല്ലാവർക്കും അല്ല, മെജോറിറ്റി ആളുകൾക്കും. പലപ്പോഴും എന്തായിരിക്കും അവിടെ they will be jumping and will not stay for long. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ വലിയ വലിയ തീരുമാനങ്ങളൊന്നും മേ ബി എടുക്കില്ല. എല്ലാവരും അല്ല, വളരെ കുറച്ച് ആളുകൾ വരും. പക്ഷെ മെജോറിറ്റി ആളുകൾ അങ്ങനെയല്ല. പക്ഷെ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, നീ അത്യാവശ്യക്കാരനാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു, ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യും. 55 വയസ്സൊക്കെ കഴിയുമ്പോൾ
അയ്യോ ഇനിയിപ്പോ ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ മക്കളൊക്കെ ഇല്ലേ, ഇനി അവരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒതുങ്ങിക്കൂടും മെജോറിറ്റി ആളുകൾ. എല്ലാവരും അങ്ങനെയല്ല. 55 വയസ്സിന് ശേഷം വന്ന 60കളിൽ ബ്ലാക്ക് ഡയമണ്ട് ആയ ആളുകൾ ഇൻഡസ്ട്രിക്ക് അകത്തുണ്ട്. ഞാൻ 25-ന് മുമ്പ് വന്നയാളാണ്. 23 വയസ്സിലാണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ എന്താണ്, മെജോറിറ്റി ആളുകളും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു സെലക്ഷന്റെ കാര്യത്തിൽ അത്യാവശ്യക്കാരെ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് മാറ്റി വെക്കുക ലിസ്റ്റിൽ നിന്നും. ഇഫ് നോട്ട് പ്രസന്റ്ലി ഏർണിംഗ് ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ്. നിലവിൽ വരുമാനം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഒക്കെ തന്നെ മറ്റുള്ളവരിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്, അവരുടെ വീട്ടുകാരോടുകൂടി ചോദിച്ചിട്ടേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവരാരും ഈ ബിസിനസ് ചെയ്യില്ല, പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഈ ബിസിനസ് കാണിക്കേണ്ടത് ആരെയാണ്? ഈ സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളെയാണ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലിസ്റ്റ് എടുത്തു. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. enthusiastic people can be identified by the way they talk, walk and dress up. നമുക്ക് മനസ്സിലാവില്ല ഒരു enthusiastic ആയിട്ടുള്ള ആളുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, പുള്ളിക്കൊന്നും ഒരു സമയമില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ പല തൊഴിലുകൾ ചെയ്യാണ്, പുള്ളിയോടൊക്കെ ഞാനിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇത് കൊടുക്കാം. കാരണം അദ്ദേഹം പല രീതിയിൽ 24 അവേഴ്സിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓടുന്നത് എന്തിനാ, വലിയ ആവശ്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇൻഡസ്ട്രി കൊടുക്കാം. എന്റെ പോയിന്റ് ക്ലിയർ ആണോ? അപ്പോ വളരെ enthusiastic ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ നമ്മളൊന്ന് ഈ ക്രൈറ്റീരിയ പ്രകാരം മാറ്റി വെച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞ 4 ക്രൈറ്റീരിയയിലും വരുന്ന ആളുകൾക്ക് ആദ്യം തന്നെ പ്ലാൻ കൊടുക്കുക. ഇല്ല, അതിൽ ഏതോ ഒന്ന് കുറവാണെങ്കിൽ ആ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. സെലക്ഷൻ ലിസ്റ്റ് എടുത്തു, അതിനുശേഷം രണ്ടാമത്തെ പാർട്ടാണ് സെലക്ഷൻ. ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും പോയിട്ട് അങ്ങ് പ്ലാന് കാണിക്കലല്ല, സെലക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രോഗ്രാമിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണം. അടുത്ത കാര്യമാണ് പ്രോസ്പെക്ടിങ്. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഓൾറെഡി ലിസ്റ്റ് എടുത്തു, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്രോച്ചിങ് എ പേഴ്സൺ ഫോർ ബിസിനസ് വിത്തൗട്ട് പ്രോസ്പെക്ടിങ് ഇസ് ലൈക്ക് സോയിങ് ദ സീഡ്സ് വിത്തൗട്ട് പ്രിപ്പയറിംഗ് ദ ഫീൽഡ് വിത്ത് എ ട്രാക്ടർ. നമ്മൾ പ്രോസ്പെക്ടിങ് നടത്താതെ ഒരാളിലേക്ക് പ്ലാന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിലം ഉഴുത് റെഡിയാക്കാതെ തന്നെ വിത്ത് പാകുന്ന അവസ്ഥയാണ്. അങ്ങനെ വിത്ത് പാകിയാൽ പ്രയോജനമുണ്ടോ? ഇല്ല. മുളച്ചാൽ മുളച്ചു, ഇല്ലേ ഇല്ല. അതായത് പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അർജുൻ കെ വി എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തിന്റെ അനിയനാണ്. നിങ്ങളുടെ ലിസ്റ്റ് ബുക്കിൽ അർജുൻ കെ വി വന്നിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത സമയത്തും അതിനകത്ത് അർജുൻ കെ വി ഉണ്ട്. ഇങ്ങനെയെങ്കിൽ അർജുനോട് നിങ്ങൾ പ്ലാന് പറയണം. ഈ പ്ലാന് പറയുന്നതിന് മുമ്പായിട്ട് ആ പ്ലാന് കേൾക്കാൻ എന്നെ പ്രിപ്പയർഡ് ആക്കുന്ന ജോലിയാണ് പ്രോസ്പെക്ടിങ്. എന്താ? ആ പ്ലാന് കേൾക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് പ്രിപ്പയർഡ് ആക്കണം. കേൾക്കാൻ ഞാൻ തയ്യാറാണെങ്കിലേ നിങ്ങൾ എന്നോട് ഈ കൺസെപ്റ്റ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നില ഉഴുത് നിങ്ങൾ ഒന്ന് റെഡിയാക്കണം ആ സോയിലിനെ. അപ്പോഴേ അവിടെ വിത്തിട്ടാൽ എന്ത് വരുള്ളൂ, നന്നായിട്ട് മുളയ്ക്കുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യണം? യു ഹാവ് ടു പ്രിപ്പയർ ദ നീഡ് ഇൻ എ പേഴ്സൺസ് മൈൻഡ് ബിഫോർ പ്രസന്റിങ് ദ ബിസിനസ് പ്ലാൻ. എനിക്ക് ആ പ്ലാൻ തരുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ നിങ്ങൾ എന്നെ ഒരു ആവശ്യക്കാരനാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യാം? മേക്ക് എ വീഡിയോ കോൾ വിത്ത് പ്രയർ നോട്ടീസ്. നിങ്ങളൊരു വീഡിയോ കോൾ ചെയ്യുന്നു. അർജുൻ എന്തൊക്കെയാ വിശേഷം? ചേട്ടനോട് ഞാൻ ചോദിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ചേട്ടൻ പറയുന്നു, വലിയ സ്വപ്നങ്ങളുമായിട്ട് നീ ഇങ്ങനെ നടക്കുകയാണ്, പക്ഷെ എവിടെയും ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു ആശയം നിന്നോട് ഷെയർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊന്ന് നാളെ നിന്നെ വരുന്നു, നാളെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് അർജുൻ എന്റെ കയ്യിലുണ്ട്. നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് വലിയ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. എന്നിട്ട് പറയാ, നിന്റെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നിനക്ക് ജോലിക്കൊന്നും പോയാൽ നടക്കില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാലോ കാര്യം എന്താ? ജോലി എല്ലായ്പ്പോഴും നമുക്കൊരു സാലറിയാണ് തരിക. പക്ഷെ നിന്റെ വലിയ സ്വപ്നങ്ങളൊക്കെ നടക്കണമെങ്കിൽ പ്രോഫിറ്റ് കിട്ടണം നിനക്ക്. ആ പ്രോഫിറ്റുകളാണ് നിനക്കൊരു വലിയ ഫോർച്യൂൺ ഉണ്ടാക്കി തരിക. നീ ചിന്തിച്ചു നോക്കൂ, എത്രയോ ആളുകൾ 35 വയസ്സ് വരെ ജോലിക്ക് പോയിട്ട് അവരൊക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കാലഘട്ടമൊക്കെ മാറുകയാണ്. എന്തായാലും നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെ പുറകെ വെച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കൺസെപ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഞാനത് നിനക്ക് സൗകര്യം പോലെ ഒരു ദിവസം പറഞ്ഞു തരാൻ കേട്ടോ. ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നീ ഒന്ന് വന്നാൽ മതി കേട്ടോ. ഇങ്ങനെ മുൻകൂട്ടി ഒന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ എന്തോ ഒന്ന് കേൾക്കാൻ പ്രിപ്പയർഡ് ആണ്. ഞാനൊരു ആവശ്യക്കാരനാണ്. എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹത്തെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ എന്നെ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ ഇൻവൈറ്റ് ചെയ്യുക, കേൾക്കാൻ തയ്യാറാക്കുന്നതിനാണ് പ്രോസ്പെക്ടിംഗ് എന്ന് പറയുക. ഇങ്ങനെ തയ്യാറാക്കാതെ നിങ്ങൾ കേൾപ്പിക്കരുത്. സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവണമല്ലോ. അപ്പൊ തയ്യാറാക്കാതെ കേൾപ്പിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താ? ഞാൻ മേ ബി ഒരു ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും, അതല്ലെങ്കിൽ വളരെ തിരക്കിട്ട് മറ്റൊരു കാര്യത്തിന് പോകുമ്പോൾ നിങ്ങളെങ്ങനെ പിടിച്ച് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ലീഡർ വന്നിട്ടുണ്ട് ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞാൽ മേ ബി ഞാനത് സ്വീകരിക്കാൻ തയ്യാറാക്കാം. എന്നെ ആവശ്യക്കാരനാക്കി എന്റെ കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്തിൽ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോയി ആ പ്ലാന് കേൾപ്പിച്ചാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ എന്താണ്? വെറുതെ കേൾപ്പിക്കരുത്,
ലിസ്റ്റ് എടുത്തു, സെലക്ഷൻ നടത്തിയപ്പോൾ അവനോട് ആദ്യം പറയാമെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വന്നു. അതിനുശേഷം എനിക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതൊന്ന് കേൾക്കാൻ എന്നെ നിങ്ങളൊന്ന് വില്ലിങ് ആക്കുന്ന ആ ഒരു പ്രോസ്പെക്ടിങ് കൂടി ചെയ്തിട്ടേ പ്ലാന് എന്നെ നിങ്ങൾ കേൾപ്പിച്ചു തരാൻ പാടുള്ളൂ. എന്റെ സ്ക്രീൻ ഷെയർ ഒന്ന് പോയിട്ടുണ്ടോ? ഇല്ല, ഓക്കെ അർജുൻ, ഓക്കെ ഓക്കെയാണ്. എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. പ്രോബ്ലം. ഓക്കെ, സോ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒക്കെ കയ്യിലേക്ക് നിങ്ങളുടെ അപ്ലൈൻ ലീഡർ, നിങ്ങളുടെ സുഹൃത്ത് നമുക്കൊരു വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇൻഡസ്വാ ബിസിനസ് ആരംഭിച്ച് നിങ്ങളെപ്പോലെ വീഡിയോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അവിടെ നിന്നും ട്രീ ബിൽഡിംഗ് ആരംഭിച്ച് A-B ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് ആദ്യത്തെ ബിസിനസ് ഓപ്പണിംഗ് ബോണസ് 1000+1000 വാങ്ങിച്ച് അങ്ങനെ ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ വാങ്ങിച്ച് 1 കോടിക്ക് മുകളിൽ സമ്പാദിച്ച 63 പേരുടെ 59 നിങ്ങൾ കാണുന്നു. അതിനുശേഷം വീണ്ടും ആളുകൾ വന്നു. 63 പേരുടെ വീഡിയോ, നിങ്ങളുടെ റാഗ്സ് ടു റിച്ചസ് വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടാവാം. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ, ഇത്രയും ആളുകളൊക്കെ തന്നെ വളരെ വലിയ രീതിയിലേക്ക് മാറിയ ഒരു അവസരമാണ് അർജു, ഈ അവസരമാണ് എനിക്ക് നിനക്ക് കേൾപ്പിച്ചു തരാനുള്ളത്. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവസരം കൂടി കാണിച്ചാൽ എന്തായി, ഓ ഇത്രയുമൊക്കെ ആളുകൾ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലേ, അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് കളയാം എന്ന് നമ്മൾ ചിന്തിക്കും. കറക്റ്റ് ആണോ? അപ്പൊ ഇനി എന്താണ്, ആ ഇൻവിറ്റേഷനിൽ ആദ്യം നിങ്ങൾ ചെയ്യുന്നതാണ്, വീഡിയോ ഒക്കെ നിങ്ങൾ അയച്ചു കൊടുത്തു. ദെൻ പീപ്പിൾ ഓൺ ദ ലിസ്റ്റ് ആർ കാൾഡ് സസ്പെക്ട്സ്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആളുകൾ സസ്പെക്ട്സ് ആണ്. നമ്മൾ അവരെ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടിങ് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റണം, ഇനി ഇൻവിറ്റേഷൻ കൊടുക്കണം. ദോസ് ഹു റെസ്പോണ്ട് ടു യുവർ പ്രോസ്പെക്ടിങ് well shall be called prospects who can be invited for a Zoom video conferencing. അപ്പൊ നിങ്ങളുടെ ആ വീഡിയോ ഒക്കെ ഇപ്പൊ നിങ്ങൾ പരിചയമുള്ള അർജുനോട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ക്ഷണിച്ചു. ഇനി നിങ്ങളുടെ വാട്സ്ആപ്പ് കോൺടാക്റ്റിലേക്കൊക്കെ ആ വീഡിയോ റിച്ചസ് വീഡിയോ നിങ്ങൾക്ക് ലീഡർ അയച്ചു തരും. ആ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ചില ആളുകൾ ആ വീഡിയോക്ക് തിരിച്ച് കമന്റ് ഒക്കെ ചോദിക്കും. തിരിച്ച് നിങ്ങളുമായിട്ട് ആ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചില ആളുകൾ അത് മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യാത്ത ആളുകളെ നിങ്ങൾക്ക് അങ്ങനെ വിട്ട് കളയാം. മൈൻഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുമായിട്ട് തിരിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മളുടെ സൂം വീഡിയോ കോൺഫറൻസിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നെവർ ഗിവ് എനി ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിസിനസ് ടു എ പ്രോസ്പെക്ട്. ബിസിനസ് സംബന്ധമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡീറ്റെയിൽസും കൊടുക്കാൻ പാടില്ല. ആ വീഡിയോ ഒന്ന് കാണിക്കണം, അർജുൻ നിന്റെ സ്വപ്നങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട് പണി ആരംഭിച്ച് നിങ്ങൾക്കറിയാം, കോവിഡ് സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു, നിങ്ങൾക്കറിയാം, ആ വീട് പണി ഇപ്പൊ സ്റ്റോപ്പായി നിൽക്കുകയാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തോട് നിങ്ങൾക്ക് പറയാം, ഇപ്പോഴേ ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒക്കെ കാലഘട്ടമാണ്. എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ കോവിഡ് സാഹചര്യത്തിൽ നന്നായിട്ട് പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ഒരു ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിനക്കും മുടങ്ങിക്കിടക്കുന്ന വീട് പണിയൊക്കെ ആരംഭിക്കാൻ ഒരു പക്ഷേ ഈ ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി സഹായിക്കും. നാളെ ഞാൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഡിജിറ്റലി, ആ പ്രോഗ്രാം നീ ഒന്ന് വന്ന് കേട്ടു നോക്കൂ. പറയാലോ? അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും, എന്താണ് ആ പ്രോജക്റ്റ്, ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ, നീ ഫോണിലൂടെ തന്നെ ഒന്ന് പറ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ കഥകളൊന്നും അവിടെ റിവീൽ ചെയ്യരുത്. അവരോട് വ്യക്തമായിട്ട് പറയുക, മേ ബി ഒരു സിനിമ നീ കാണാനിരിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ കഥ ആദ്യം തന്നെ നിനക്ക് പറഞ്ഞു തന്നാൽ പിന്നെ നീ കാണുമ്പോൾ ആ ത്രില്ല് നിനക്ക് ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് 1 മണിക്കൂർ നേരം നീ ഒന്ന് മാറ്റി വെക്ക്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നിനക്ക് വീട് പണിയാണല്ലോ പ്രശ്നം, എന്റെ അഭിപ്രായത്തിൽ നിന്റെ ചെറിയ പ്രായത്തിൽ നിന്റെ സ്വപ്നങ്ങളാണല്ലോ പ്രശ്നം, എന്റെ അഭിപ്രായത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടതാണല്ലോ ഇപ്പൊ നിന്റെ പ്രശ്നം, എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ വരുമാനം നിലച്ചതൊരു വലിയ പ്രശ്നമാണല്ലോ. ഇതിനൊരു സൊല്യൂഷൻ ആയിരിക്കും ഇന്നത്തെ പ്രോഗ്രാം, നീ ഒന്ന് വന്ന് കാണും. ഇങ്ങനെ നമ്മൾ പറയണം. അവരോട് പറയുക, ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇത് കേൾക്കണം. ഞങ്ങളുടെ പ്രോഗ്രാം ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ ഓപ്പൺ മൈൻഡ് ആയിട്ട് തുറന്ന മനസ്സോടുകൂടി ഒന്ന് കേൾക്കൂ. ചുമ്മാ നമ്മൾ മൊബൈൽ ഫോണിൽ ചാറ്റിങ്ങിലോ വാട്സപ്പിലോ ഒക്കെ നഷ്ടപ്പെടുത്തുന്ന സമയം തുറന്ന മനസ്സോടുകൂടി നീ ഒന്ന് കേൾക്കൂ. നിലവിലെ അവരുടെ ആവശ്യത്തെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. നിലവിൽ അവരുടെ ആവശ്യമുണ്ട്, വീട് പണിയാണെങ്കിൽ വീട് പണി, മക്കളുടെ വിദ്യാഭ്യാസം, മകളുടെ കല്യാണം, അനിയത്തിയുടെ കല്യാണം, അവരുടെ തൊഴിൽ മേഖലയിൽ വരുമാനം കുറഞ്ഞു, EMI കെട്ടാൻ പറ്റുന്നില്ല, എന്താണോ നിലവിൽ അവരുടെ പ്രശ്നം, ആ പ്രശ്നത്തെ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. അതിനൊരു പരിഹാരമായിരിക്കും ഇത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ അവസരം ഒരു തുറന്ന മനസ്സോടുകൂടി ഒന്ന് കേൾക്കുക. തുറന്ന മനസ്സോടുകൂടി കേൾക്കുക. സം പീപ്പിൾ ആർ ഹാർഡ് ബട്ട് ടു ക്രാക്ക് ടെൽ ദം ഐ ആൾസോ ജസ്റ്റ് സ്റ്റാർട്ട് ഇഫ് യു ഫൈൻഡ് എനിത്തിങ് സീരിയസ്. ചില ആളുണ്ടാവും, മേ ബി നമ്മളിത് പറയുന്ന സമയത്ത് ഒരു പക്ഷെ അവരൊന്ന് ഹാർഡ്, ഇതൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തിനിപ്പോ അത് കേൾക്കണം, ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, എനിക്കൊന്നും ഇപ്പൊ വരുമാനമൊന്നും ആവശ്യമൊന്നും വേണ്ടാലോ എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന ആളുണ്ടാവും. അവരോട് നിങ്ങൾ എന്ത് പറയാം, ചേട്ടാ എന്തായാലും ഞാൻ ആരംഭിച്ചിട്ടുണ്ട്, ചേട്ടനൊന്ന് വന്നത്
കേട്ടതിന് ശേഷം എന്താണോ അതിന്റെ പ്രശ്നങ്ങൾ അതൊന്നും എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും അതിൽ നിന്ന് ഒഴിവായിക്കോളാം. അമ്മാവനാണെങ്കിൽ എന്റെ അമ്മാവനെ ഞാൻ വിളിച്ചു, അമ്മാവന് സ്കൂൾ അധ്യാപകനാണ്, അമ്മാവൻ വളരെ ടൈറ്റ് ആയിട്ട് എന്നോട് പറയണം, അർജു ഈ പ്രായത്തിൽ നീയൊക്കെ ചുമ്മാ അതിന്റെയൊക്കെ പുറകെ നടന്ന് സമയം നഷ്ടപ്പെടുത്തുകയാണോ, മറ്റുള്ള പല അവസരങ്ങൾ ഉണ്ടോ എന്ന് തേടിക്കൂടെയും ചോദിക്കുമ്പം ഞാൻ എന്ത് പറഞ്ഞാൽ മതി, മാമാ എന്തായാലും ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇന്നത്തെ പ്രോഗ്രാം മാമനൊന്ന് വന്ന് കേട്ടിട്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ആ കാരണങ്ങൾ മനസ്സിലായിട്ട് ഒഴിവായിപ്പോകും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഞാനിത് കേട്ടിട്ടുണ്ട്, മാമനും കൂടി വന്ന് കേട്ടാൽ നല്ലതാണെങ്കിൽ മാമൻ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ആരംഭിക്കാലോ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ആളുകളുടെ അടുത്ത് ഓരോ രീതിയിൽ നിങ്ങൾ അതിനെപ്പറ്റി പറയുക. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്നു, ഈ രീതിയിൽ പറയുന്നു. നിങ്ങൾ പറയുമ്പം അതിനെ റിജക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളെ ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക്, ഇപ്പൊ എന്നേക്കാൾ നന്നായിട്ട് മിടുക്കനായിട്ടുള്ള എന്റെ സുഹൃത്ത്, അവൻ എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് ആണ്, അവൻ പറയുന്നതേ എന്റെ കൂട്ടുകാരൊക്കെ അംഗീകരിക്കുന്നു, ഞാനിത് പറയുമ്പോൾ അവൻ എന്നോട് അങ്ങ് ചിരിച്ചു. അപ്പൊ ഞാൻ അവനോട് എന്ത് പറയണം, എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ വന്നത് കേട്ടാലേ നിനക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും, നീ അത് പറഞ്ഞു തന്നാൽ ഞാനത് വിടാം, നീ അതൊന്നും എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ ആയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക. അപ്പൊ ഞാൻ 3-4 വിധത്തിലുള്ള നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ, നിങ്ങളത് ഓരോന്നും മനസ്സിൽ വെക്കുക. ഓരോ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കാൻ പറയുക. അവസാനം ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങളെ ഒന്ന് അങ്ങോട്ട് കളിയാക്കി റിജക്ട് ചെയ്യുന്ന ആളുകളോട് മാത്രം പറയാം, ഒന്ന് വന്ന് കേട്ടിട്ടേ അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മാമനോട് ഒന്ന് വന്ന് കേട്ടാലേ എനിക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ ഇന്നലെ കേട്ടു, പക്ഷെ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മാമൻ ബുദ്ധിയുള്ള ആളാണല്ലോ, മാമനും കൂടി അത് കേട്ട് മാമൻ യെസ് പറഞ്ഞാലേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെയും ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേൾപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഇപ്പൊ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മലയാളം പ്രോഗ്രാമുകൾ നടക്കുന്നത് 7 മണിക്കാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ നമുക്ക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് എവിടെയോ ഇരിക്കുന്ന നിങ്ങൾക്ക് ലോകം മൊത്തം എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ബിസിനസ് ഈ സൂം കോൺഫറൻസിങ്ങിലൂടെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങളും ഞാനും സാറ്റലൈറ്റ് പോലെ പവർഫുൾ ആണ്. ഈ ആശയം എങ്ങനെ മുന്നോട്ട് പ്രചരിപ്പിക്കണമെന്ന് പഠിച്ച് അത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊന്ന് പ്രചരിപ്പിച്ചാൽ നിങ്ങൾ ഈ സെഷൻ ആരംഭിച്ചപ്പം മനസ്സിൽ കണ്ട സ്വപ്നങ്ങളൊക്കെയും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി പ്ലാന് കാണിക്കലാണ് നമ്മളുടെ വഴി. പ്ലാന് കാണിക്കാൻ ഇത്രയും ഡിജിറ്റൽ പ്രോഗ്രാമുകൾ കമ്പനി ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, സെൻഡ് ദ ലിങ്ക് ടു യുവർ ഫ്രണ്ട് ത്രൂ വാട്സ്ആപ്പ് ആൻഡ് എൻഷുർ ഹി ഈസ് എൻറ്ററിംഗ് ദ കോൺഫറൻസ് ഇൻ ടൈം. നമ്മളുടെ സുഹൃത്തിന് നിങ്ങളുമായിട്ട് നിങ്ങൾ രജിസ്റ്റർ വീഡിയോ കൊടുത്തപ്പം, നിങ്ങൾ പേഴ്സണലി വീഡിയോ കോൾ ചെയ്തപ്പം നിങ്ങൾ പരുവപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പ്രോസ്പെക്ട് നടത്തി വെച്ച ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അർജു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രോഗ്രാം ഇന്ന് സൺഡേ ആണ്, സൺഡേ വൈകിട്ട് 7 മണിക്കാണ് പ്രോഗ്രാം നടക്കുന്നത്, സൂം ലിങ്ക് ഇതാ, രജിസ്ട്രേഷൻ ഉണ്ട്, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ നിനക്കൊരു മെയിൽ വരും, മെയിൽ വന്ന പാടെ നീ അത് എന്നോട് പറയണം. എന്നിട്ട് എന്ത് ചെയ്യുക, 15 മിനിറ്റ് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അർജു നിനക്ക് മെയിൽ കൺഫർമേഷൻ കിട്ടിയോ? അപ്പൊ അർജു പറയും, അയ്യോ എടാ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കുക, അർജു നിനക്ക് രജിസ്ട്രേഷൻ വന്നോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 2 തവണ നിങ്ങൾ വിളിച്ചത് കൊണ്ട് ഞാൻ ആ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം കറക്റ്റ് സമയത്ത് നിങ്ങളുടെ പ്രോസ്പെക്ട് സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു എന്ന് എൻഷുർ ചെയ്യണം. 7 മണിക്ക് പ്രോഗ്രാം നടക്കുന്നതെങ്കിൽ നിങ്ങൾ 7:15 വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 6:45 തന്നെ പറയാ, അർജു മറന്നു പോകരുത്, 7 മണിക്കാണ്, ഒരു 6:50 6:55 ആവുമ്പോഴേക്ക് ജോയിൻ ചെയ്യണേ, നീ ഉള്ളത് കൊണ്ട് ഞാനും റെഡിയായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് എൻഷുർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻഷുർ യുവർ പ്രോസ്പെക്ട് സ്പൗസ് ഈസ് ആൾസോ അറ്റൻഡിങ് ദ പ്രോഗ്രാം. സ്പൗസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കോ അപ്ലിക്കന്റ് ആയിട്ടുള്ള ആളുകൂടി പ്രോഗ്രാമിൽ ഇരുന്നാൽ നന്നായിരിക്കും. അർജു എന്തായാലും നീ വീട്ടിലാണല്ലോ, നീ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ അച്ഛനെയോ അമ്മയും കൂടി ഒന്ന് ഇരുത്തിയാൽ നന്നായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ എടാ എന്തായാലും നീ വീട്ടിലാണല്ലോ, വൈഫിനെയും കൂടി ഒന്ന് ഇരുത്തിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ക്ഷണിക്കുക. അമ്മാവനാണെങ്കിൽ അമ്മാവ നിങ്ങൾ വീട്ടിലാണല്ലോ, മാവിയും കൂടി ഒന്ന് ഇരുത്ത് കേട്ടോ, നിങ്ങൾ രണ്ടാളും കൂടി കേൾക്കി, കാരണം കുറെ മാറ്റങ്ങളൊക്കെ പല ആളുകൾക്കും വന്ന ഒരു പ്രോജക്റ്റ് ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരെ ഫാമിലിയോട് കൂടി ഒന്ന് ഇരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. യു ഷുഡ് ആൾസോ അറ്റൻഡ് വിത്ത് പ്രോപ്പർ ഡ്രസ് കോഡ് ആൻഡ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം യുവർ ഫ്രണ്ട് ക്യാമറ ഷുഡ് ബി ഓൺ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് സിമ്പിൾ ആണ്, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ടഫാണ്. അപ്പൊ ആ കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ ചേട്ടന്റെ സുഹൃത്താണ്, നിങ്ങളുടെ സുഹൃത്തിന്റെ അനിയനാണ് ഞാൻ. എന്നെ നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ വന്നിരിക്കുമ്പം ആ പ്രോഗ്രാം നിങ്ങളും പ്രോപ്പർ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇതുപോലെ ടൈ ഇട്ട് നിങ്ങൾ ഇരിക്കണമെന്നല്ല, ഒരു നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഡ്രസ് കോഡിൽ നിങ്ങൾ വീഡിയോ മോഡ് ഓൺ ചെയ്തിട്ട് ആ പ്രോഗ്രാം ഇരിക്കണം. എക്സാമ്പിൾ, നിങ്ങൾ എന്നെ ക്ഷണിച്ചു, നിങ്ങളുടെ പേര് രാഹുൽ എന്നാണ്, എന്നെ ക്ഷണിച്ച എന്റെ ചേട്ടന്റെ ഫ്രണ്ട് രാഹുൽ ചേട്ടൻ. ഞാൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ ഉടനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യും പുള്ളിക്കാരൻ ഉണ്ടോ,
എവിടെ എന്നെ ക്ഷണിച്ച രാഹുൽ ചേട്ടൻ? കാണാനില്ലാലോ. ഞാൻ ചെക്ക് ചെയ്യോ? ആദ്യം ഞാൻ നോക്കുക അതാണ്. അവിടെ നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ആ ഇരുത്തത്തിൽ തന്നെ എനിക്കൊരു പോസിറ്റീവ്, പുള്ളിക്കാരൻ അടിമുടി മാറിയിട്ടുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവം ശ്രമിക്കണം. അവിടെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളേ ഇല്ല പ്രോഗ്രാമിനകത്ത്. അപ്പൊ തന്നെ എനിക്കിത് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 7 മണിക്ക് നിന്റെ ജീവിതം മാറുമെന്ന് പറഞ്ഞു. 7:15 പുള്ളിക്കാരൻ വന്നിട്ടില്ല. അത് ശരി, അപ്പൊ ഇത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ നിങ്ങളും അറ്റൻഡ് ചെയ്യുക. അത് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അറ്റൻഡ് ചെയ്യുക. അവിടെ പ്രസന്റർ ആയിട്ടുള്ള ആളുകൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കുറെ ഇമോജീസ് ഉണ്ട്. നിങ്ങൾക്ക് കൈയടിക്കാം, നിങ്ങൾക്ക് തമ്പ് കാണിക്കാം, ലവ് ഇമോജി ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതുമായിട്ട് വളരെ എന്താണ്, ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ജീവിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എന്നോട് കൂടുതലൊന്നും പറയണ്ട, ഈ ബിസിനസ്സിലേക്ക് ഞാൻ വില്ലിങ്ങോ പുള്ളിയൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. പുള്ളിയുടെ വീട് പണി അവിടെ മുടങ്ങി നിൽക്കുകയാണ്. പുള്ളിക്കാരൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു പോലും ഈ ബിസിനസ് ചെയ്യുന്നതിന് ഇപ്പൊ ആ വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. ആ ചേട്ടനെ അതിനുവേണ്ടി ബിസിനസ് ചെയ്യാം. അങ്ങനെ നിങ്ങളിൽ നിന്ന് ആ പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടണം. പ്രസന്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എനിക്ക് പോസിറ്റീവ് വൈബ് കിട്ടുക നിങ്ങളിൽ നിന്നാണ്. ആ 1 മണിക്കൂർ പ്രസന്റേഷൻ കേട്ടിട്ട് എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ ആ പ്രോഗ്രാമിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിധം, നിങ്ങളുടെ ഇമോജീസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഫീലിംഗ്. അപ്പൊ എന്തോ വളരെ സീരിയസ് ആയിട്ടാണ് എന്നെ ക്ഷണിച്ച ആള് ഈ പ്രോജക്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇമോജീസ് ഒക്കെ അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചാറ്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ആണെങ്കിൽ യെസ് എന്നൊക്കെ പറ, ആർ യു റെഡി എന്നൊക്കെ ചോദിക്കുമ്പോൾ യെസ് ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിട്ട് നിങ്ങൾ മൊത്തത്തിൽ ഈ പ്രോഗ്രാമുമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആകുക. എന്നെ നിങ്ങൾ പ്ലാന് കാണിക്കുമ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട്, ഓപ്പർച്യൂണിറ്റി ഞാൻ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ പ്രസൻസിനും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചതിനും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൂടി ആ സമയത്ത് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ബിസിനസ് വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ 10 പേരെ നിങ്ങൾ കാണിച്ചാൽ മേ ബി 10 പേരും നോ പറയാനുള്ള സാധ്യത കൂടുതലും ആണ്. ഇങ്ങനെ നമ്മൾ കാണിച്ചാൽ 10 പേരോട് നിങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ 1, 2, 3, 4 ആളൊക്കെ തന്നെ യെസ് പറഞ്ഞിട്ട് വളരെ വേഗതയിൽ നിങ്ങളുടെ ബിസിനസ് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വൃത്തിയായിട്ടിരിക്കണം, നന്നായിട്ടിരിക്കണം. പ്രൊഫഷണലി നിങ്ങൾ ഇതിനെ സമീപിക്കുന്നതായിട്ട് നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് ഫീൽ ചെയ്യണം. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിത് സീരിയസ് ആയിട്ട് ചെയ്യാന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങളെ ഞാൻ കയറി നോക്കുമ്പോൾ 7 മണിക്ക് നിങ്ങൾ സൂമിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ഓൺ ആണെങ്കിൽ, നിങ്ങൾ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ആ ചേട്ടൻ സീരിയസ് ആണ്. പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ ചെയ്യുന്നതേ ഞാൻ വിശ്വസിക്കുള്ളൂ. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മനസ്സിൽ ഓർത്തു വെക്കുക. ദെൻ ദിസ് ഷുഡ് ബി എ ട്രൈപാർട്ടി ഫോളോ അപ്പ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരംഭിച്ചത് എവിടെയാ? ലിസ്റ്റ് മേക്കിംഗ്. ലിസ്റ്റ് നമ്മൾ എടുത്തു, അതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ നടത്തി, അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻവിറ്റേഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പ്ലാന് കാണിച്ചു. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഫോളോ അപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോളോ അപ്പ്. ദിസ് ഷുഡ് ബി എ ട്രൈപാർട്ടി വീഡിയോ കാൾ സൂൺ ആഫ്റ്റർ ദ പ്രോഗ്രാം. VOP, വിവ ഡിജിറ്റൽ വീഡിയോ പ്രോഗ്രാം കണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രോസ്പെക്ട് അർജുൻ ആണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വീഡിയോ കോൾ. എങ്ങനെ? വിത്ത് യുവർ അപ്ലൈൻ ലീഡർ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലീഡറുടെ സാന്നിധ്യത്തിൽ നിങ്ങളൊരു വീഡിയോ കോൾ ചെയ്യുക. എഡിഫൈ യുവർ അപ്ലൈൻ ആൻഡ് അലോ ഹിം ടു ആൻസർ ആൾ ദ ക്വസ്റ്റ്യൻസ് ഓഫ് യുവർ പ്രോസ്പെക്ട്. ഞാൻ ഒരു പ്രോസ്പെക്ട് ആയിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നു, അർജു ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു, എന്റെ ലീഡർ എന്നെ കൊണ്ടുവന്ന വ്യക്തി ഇന്നയാള്, അദ്ദേഹം ഉണ്ടായിരുന്നു പ്രോഗ്രാമിൽ, അദ്ദേഹത്തിനോട് ഞാൻ നിന്നെ പറ്റി പറഞ്ഞു, പുള്ളി വളരെ എക്സൈറ്റഡ് ആയിട്ട് അവനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനൊക്കെയാണോ, അപ്പൊ നമുക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കണക്ട് ചെയ്യും. അതിനു മുമ്പ് അർജു എനിക്ക് നിന്നോട് സൂചിപ്പിക്കാനുള്ളത്, ഒത്തിരി പേരെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബിസിനസ്സിൽ നമുക്കൊക്കെ മുമ്പേ വന്ന് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. അപ്പൊ എന്ത് സംശയം നിനക്കുണ്ടെങ്കിലും ഇപ്പൊ നിനക്കത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ലീഡറെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോ കോളിൽ കണക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളും ഞാനും നിങ്ങളുടെ ലീഡറും ആ വീഡിയോ കോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ, വാട്സപ്പ് വീഡിയോ കോൾ ആണെങ്കിൽ, അതല്ല സൂം ആണെങ്കിൽ, എന്റെ എല്ലാ സംശയങ്ങൾക്കും ആ ലീഡറിൽ നിന്ന് എനിക്ക് ഉത്തരം വാങ്ങിച്ചു തരിക. അപ്പൊ തന്നെ എന്ത് ചെയ്യും? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സീരിയസ് ആണ്, എന്റെ സംശയങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് തീരുമാനമെടുക്കും? യെസ് എന്ന് തീരുമാനിക്കും. കറക്റ്റ് അല്ലേ? യുവർ റോൾ സ്റ്റാർട്ട് ആഫ്റ്റർ ദാറ്റ്.
അതിനുശേഷമാണ് നിങ്ങളുടെ റോൾ അവിടെ ആരംഭിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ട്രൈ പാർട്ടി മീറ്റിംഗ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡറുടെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വ്യക്തമായിട്ട് പറയാം, അർജുൻ, ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ നല്ല കമ്പനിയാണ്, എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഒരുപാട് ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല എന്റെ ജില്ലയിൽ ഇന്ന ആളുകൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്, ഇന്ന ആളുകൾ 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ വിജയിപ്പിക്കും. വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളെ വിജയിപ്പിക്കും. ഇന്ത്യ രാജ്യം മൊത്തം ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ പറയുക. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ അവിടെ ബോധപൂർവം ശ്രദ്ധിക്കുക. ഡോണ്ട് ഗോ ഇൻ എ ലൈറ്റർ മോഡ് ലൈക്ക് യൂസ് ദിസ് ഫോർ അർജുൻ. നീ ജസ്റ്റ് ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിട്ടോ, ആദ്യം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ നോക്കിയിട്ട് നീ വാ. അങ്ങനെയുള്ള നിങ്ങളായിട്ടൊരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പറയരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളൊക്കെ ആണെങ്കിൽ അർജുൻ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറയും, നീ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങിച്ച് അപ്പച്ചനൊന്ന് കൊടുക്കുക, റിസൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വാ. ഈ പ്രോഡക്റ്റ് 7 വർഷമായിട്ട് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് ഉള്ളതാണെന്നേ. ഇനി അർജുന്റെ അപ്പച്ചന് കൊടുത്ത് റിസൾട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പോയിന്റ് നിങ്ങൾക്ക് അറിയോ? എന്റെ കോൺഫിഡൻസിൽ എനിക്ക് എന്ത് വേണം? എന്റെ അപ്പച്ചന് കൊടുത്തിട്ടുള്ള റിസൾട്ട് വേണം. പക്ഷെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആ റിസൾട്ടിന്റെ ആവശ്യമില്ല. എന്റെ ബിസിനസ്സിൽ ഞാൻ ആരംഭിക്കാനും ആ റിസൾട്ടിന്റെ ആവശ്യമില്ല. എന്റെ കോൺഫിഡൻസിന് മാത്രമാണ് എന്റെ വീട്ടിലെ റിസൾട്ട് ആവശ്യം. അപ്പോൾ അത് നീ എടുത്തോ, വീട്ടിൽ എന്തായാലും അപ്പച്ചന് നീ ഇത് വാങ്ങിച്ചു കൊടുക്കണം, അത് ഉറപ്പാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി നീ എന്ന് നമ്മൾ പറയാൻ പാടില്ല. പലപ്പോഴും നമ്മൾ എന്ത് പറയുമെന്നറിയോ? നീ അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക, അതിനൊക്കെ ശേഷം നീ വന്ന് നമ്മളായിട്ട് അങ്ങ് അഡ്വാൻസ് ആയിട്ട് പറയും. അത് നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ ഒരു എന്തൂസിയാസം വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യണം, ഒത്തിരി പേരെ എന്റെ ഓർഗനൈസേഷനിലേക്ക് എനിക്ക് കൊണ്ടുവരണം, എനിക്കൊരു നല്ല ട്രീ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളായിട്ട് സ്ലോ ആക്കാതെ പറയുക, തിങ്ക് ആൻഡ് കം ബാക്ക് ടു മീ. അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. നീ ആലോചിച്ചിട്ട് എന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞാൽ ആലോചിക്കുകയും ഇല്ല, വിളിക്കുകയും ഇല്ല. നീ എല്ലാം ആലോചിച്ചതിന് ശേഷം നാളെ എന്നെ വിളിക്കട്ടോ, നാളെ നീളെ. അപ്പൊ ആദ്യത്തെ ട്രൈ പാർട്ടി ആ വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഈ സാധനം ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? Stay firm and tell him that there is no other viable alternative for you and me to become rich. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അർജുൻ, നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ, വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഒരു ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റിയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ, എല്ലാവർക്കും വിജയിപ്പിച്ചുകൊണ്ട് നമുക്കും വിജയിക്കാൻ, ഇതല്ലാതെ മറ്റൊരു വഴി ഇല്ല അർജുൻ. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് രണ്ടാണല്ലോ അവിടെ ഓപ്ഷൻ. ഒന്ന് അർജുൻ യെസ് തീരുമാനിക്കും, ഇല്ലെങ്കിൽ അർജുൻ നോ തീരുമാനിക്കും. യെസ് തീരുമാനിച്ചാൽ ഓക്കെ, ഞാൻ അവിടെയും കൺവിൻസിങ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇഫ് യു ഡിഡ്ന്റ് ഗെറ്റ് എ ഫേം കമ്മിറ്റ്മെന്റ് ഓഫ് പേയ്മെന്റ് ദെൻ ഫിക്സ് അനദർ ട്രൈ പാർട്ടി കാൾ ബിഫോർ യു ഡിസ്കണക്ട്. അവിടെയും എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ഫോളോ അപ്പിലേക്ക് വരിക. അടുത്ത ഫോളോ അപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തൊരു ലീഡറുമായിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ 1, 2, 3 ആളുകളെ മാറി സംസാരിപ്പിച്ചതിന് ശേഷം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്ലാന് കാണിച്ചു എന്ന് കരുതി അവര് നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾ ഇന്നലെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ എങ്ങനെ ആരംഭിക്കണമെന്ന് ഇങ്ങോട്ട് ചോദിക്കില്ല. നമ്മൾ അവരോട് വീണ്ടും ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്നലെ വെള്ളിയാഴ്ച, മെനയാന്ന് വ്യാഴാഴ്ച നിങ്ങൾ ധരിച്ച ഡ്രസ്സിന്റെ കളർ ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. കറക്റ്റ് അല്ലേ? ആലോചിച്ചാലും ചിലർക്ക് കിട്ടില്ല. കറക്റ്റ് അല്ലേ? ഇങ്ങനെയെങ്കിൽ ഒരു അവസരം നമ്മൾ കേട്ടാൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കുറെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലേ? 2ാം ദിവസം ആവുമ്പോഴേക്കും വീണ്ടും അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ലാലോ? ഇല്ല. അപ്പൊ നിങ്ങൾ വിവാഹ ഓപ്പർച്യൂണിറ്റി കാണിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രൈ പാർട്ടി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഫോളോ അപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ സെക്കൻഡ് ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യുക. അടുത്ത ദിവസം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അടുത്ത ഫോളോ അപ്പ് ചെയ്യുക. ഫോർ യുവർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ് റിസൾട്ട് ഷുഡ് ബി ഇമ്മീഡിയറ്റ്. അത് വളരെ ക്ലോസ് ആയിട്ടുള്ള നിങ്ങളുടെ വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് എന്ത് പറയാം? ഉടനെ തന്നെ, എന്തായാലും ഞാനിത് തുടങ്ങി, എന്നെ നീ ഒന്ന് സഹായിക്കും ഈ പ്രോജക്റ്റിൽ. ഞാനിത് ആരംഭിച്ചല്ലോ, ഒരു 8 പ്രൊഡക്റ്റ് നീ വാങ്ങുക, അച്ഛന് 4 ഐ കോഫി, അമ്മയ്ക്ക് 4 ഐപ്പഡ്സ് നീ വാങ്ങുക, 4 ഐ കെയർ അമ്മയ്ക്ക് വാങ്ങുക, അച്ഛന് 4 ഐ കോഫി, അച്ഛൻ ഡയബറ്റിക് ആണല്ലോ, എന്നെ ഒന്ന് സഹായിക്കും, ഞാനൊരു ഹോം ബേസ്ഡ് ബിസിനസ് ആരംഭിച്ചതാണല്ലോ, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും അർജു പിന്നെയും വഴുതി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർജുനോട് എന്ത് പറയാം? അർജു, എന്തായാലും നമ്മൾ ഇങ്ങനെയല്ലേ, ഞാനൊരു പ്രോജക്റ്റ് ആരംഭിച്ചതല്ലേ, നീ എന്നെ ഒന്ന് സഹായിക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട്. അങ്ങനെയും നിങ്ങൾക്ക് പറയാം. റെഡിയാണോ ഞാൻ പറയുന്നത്? ഫോളോ അപ്പ് മനസ്സിലാക്കണം. നമ്മൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, അപ്ലൈനെ വെച്ച് മാത്രം സംസാരിക്കുക. അപ്ലൈൻ സംസാരിച്ചു തുടങ്ങിയാൽ സംസാരിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മളുടെ റോള് നമ്മൾ ഭംഗിയായി കൈകാര്യം ചെയ്യുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ, സെയിൽസ് ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യു മസ്റ്റ് ഹാവ് എ മൈൻഡ് സെറ്റ് ദാറ്റ് എ ചൈൽഡ് വിൽ പ്രിഫർ എ കിറ്റ്കാറ്റ് ചോക്ലേറ്റ് ഓഫ് 10 rupees ഓവർ എ കറൻസി നോട്ട് ഓഫ് 2000. നമ്മൾ മനസ്സിലാക്കണം, എല്ലായ്പ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിലേക്ക് നമ്മൾ ഒരു ചോക്ലേറ്റും
ഒരു 10 രൂപയുടെ കിറ്റ്കാറ്റും ഒരു 2000 രൂപയും ഇങ്ങനെ കയ്യിൽ വെച്ചാൽ കൊച്ചുകുട്ടി ഏതാ എടുക്കുക? ആ ചോക്ലേറ്റ് എടുക്കുള്ളൂ. കാര്യം എന്താ? ആ കൊച്ചിന് അറിയില്ല ആ 2000 രൂപയ്ക്ക് ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിക്കാമെന്ന്. ഇതുപോലെയാണ് ഈ അവസരം നമ്മൾ ഒരാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പം ഈ അവസരത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നവരേക്കും അവർ ആ കൊച്ചുകുട്ടിയെ പോലെ ആയിരിക്കും. അവർക്ക് അറിയില്ല ആ 2000 രൂപയുടെ വാല്യൂ, നിങ്ങൾ കൊടുത്ത അവസരത്തിന്റെ വാല്യൂ അറിയില്ല. അതുകൊണ്ട് ആ സെയിൽസ് ക്ലോസിംഗിന്റെ സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പറയാം. പ്രോസ്പെക്ട് ഈസ് റിജക്ടിങ് യു ഫോർ എ സെയിം റീസൺ ഫോർ നോട്ട് റിയലൈസിംഗ് ദ വാല്യൂ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യക്കുറവൊന്നുമല്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ റിയൽ വാല്യൂ നിങ്ങൾ പ്ലാൻ കൊടുത്ത ആൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അവരെന്ത് ചെയ്യുന്നത്? അയ്യോ വഴുതി അയ്യോ അതൊന്നും ഇപ്പോ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല കേട്ടോ, അടുത്ത മാസം ആവട്ടെ കേട്ടോ, ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? ആ ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് എൻറിച്ചിങ് ഹിം ബൈ ടെല്ലിംഗ് ഹൗ ഈസി ദിസ് ബിസിനസ് ഈസ് ആൻഡ് ഹൗ പ്രോഫിറ്റബിൾ ഇറ്റ് ഈസ്. നിങ്ങൾ അവിടെ വീണ്ടും ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, നമുക്ക് മുന്നോട്ട് പോകണ്ടേ, നിന്നെപ്പറ്റി വ്യക്തമായിട്ട് എനിക്കറിയാം. അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ ആ പോയിന്റ് എടുത്തിട്ടുണ്ടത്. എന്താണോ ആ വ്യക്തി ഇപ്പൊ പ്രാധാന്യം കൽപ്പിക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി നിങ്ങൾ ബോധവാനാവണം. എന്താണ് ആ വ്യക്തിക്ക് ഇമ്പോർട്ടന്റ്? മകളുടെ കല്യാണം ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന ആളെടുത്ത് പോയിട്ട് നിങ്ങൾ കാർ ഇറക്കേണ്ട കഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ അവരുടെ കുടുംബത്തിലൊരു കല്യാണമാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനുള്ള ചെലവുകളാണ് അവർക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്ത് ചെയ്യണം? ആ കാര്യത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കാം. എന്താണോ ആ ഫാമിലിക്ക് ആവശ്യം, ആ കുടുംബത്തിന് എന്താണ് ആവശ്യം? കടബാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ആ കടം വീട്ടലല്ലേ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം? ആ കടം വീട്ടാൻ ഈ പ്രോജക്റ്റ് നിങ്ങളെ സഹായിക്കും. അവിടെ എന്താണോ ആവശ്യം, ലോൺ അടയ്ക്കാനുള്ള ആൾക്കാണെങ്കിൽ അത് അടയ്ക്കേണ്ടത്, ഒരു കാറാണ് ആവശ്യം, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്. ഇന്നിപ്പോ ബസ്സുകളിലൊക്കെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ്? കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നൊരു കാർ ഒരു കുടുംബത്തിന്റെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ പറയണം, എത്ര കാലാണ് ഇങ്ങനെ ബസ്സിലൊക്കെ പോവുക, ഇങ്ങനെ പബ്ലിക് വെഹിക്കിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പോവുക? ഒരു ചെറിയ കാറൊന്നും ഇന്ന് അഹങ്കാരമല്ല, ഒരു ചെറിയ കാറൊക്കെ ഇന്ന് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ കാർ വാങ്ങാലോ. അങ്ങനെ എന്താണോ അവർക്ക് ആവശ്യം, മകന്റെ ഫീസ് അടയ്ക്കാൻ പണം ഇല്ലാത്തതുകൊണ്ട് മകന്റെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ആ ഫീസ് അടയ്ക്കാനുള്ള പണം ഉണ്ടാക്കലാണ് ആ കുടുംബത്തിന്റെ ആവശ്യം. അതിന് സഹായിക്കാം ഈ പ്രോജക്റ്റ്. എന്റെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതിനാണ് ഞാൻ ഈ പ്രോജക്റ്റ് എടുത്തത്. അതുപോലെ നിനക്ക് ഇങ്ങനെയൊക്കെ ആവശ്യമില്ല, ഇപ്പോ നിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ, അത് പരിഹരിക്കാൻ ഈ പ്രോജക്റ്റ് നമുക്കൊന്ന് ഉപയോഗപ്പെടുത്താം. അങ്ങനെ എന്താണോ അവരുടെ നിലവിലെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ഈ പ്രോജക്റ്റിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിയും. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് ഡ്രീം എന്ന് മാത്രം പറയുന്നത് കൊണ്ട് മേ ബി സാധാരണക്കാരൻ ഇത് തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആ സമയത്ത് വീണ്ടും ആവർത്തിച്ചവരോട് പറയുക, എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, അതെനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ ഇതാണല്ലോ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതിനൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കാരണം എന്താ? കോവിഡ് സിറ്റുവേഷനിൽ എത്രയോ ആളുകൾ ഇതൊക്കെ നേടിയിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഞാൻ ഹൈലി കോൺഫിഡന്റ് ആണ്. പ്രവർത്തിച്ചാൽ ഏത് വ്യക്തിക്കും വിജയിക്കാൻ സാധിക്കും. നീ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് നോ എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പണം ചോദിക്കാൻ മടിക്കരുത്. മിഡിൽ ക്ലാസ് മെന്റാലിറ്റി പീപ്പിൾ ആൾവേസ് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ മണി. അപ്പൊ അർജു, നീ ക്യാഷ് ഇപ്പൊ എടുക്കുകയാണോ എന്ന് നമ്മൾ ഒരു പണം, അപ്പൊ ബിസിനസ് ആരംഭിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ നമുക്കൊരു മടിയാണ്. പണം നമ്മൾ ചോദിക്കില്ല, പലപ്പോഴും നമുക്ക് മടിയാണ്. എങ്ങനെയപ്പോ ഞാൻ അവനോട് പൈസ ചോദിക്കുക? ഒരു വല്ലാത്തൊരു മടിയാണ്. എന്റെ വോയിസ് കേൾക്കുന്നില്ല? എനിക്കൊരു മെസ്സേജ് വന്നു. വോയിസ് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും തമ്പിയാവും? ഓക്കെ, എനിക്ക് ചാറ്റ് ബോക്സിൽ എന്റെ വോയിസ് കുറയുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾക്ക് ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണിച്ചാൽ ക്യാഷ് ചോദിക്കാനൊരു മടിയാണ്. ആ ക്യാഷ് ചോദിക്കാനുള്ള മടിയാണ് നമ്മളെ എന്നും മിഡിൽ ക്ലാസ്സുകാരനാക്കി നിർത്തുന്നത്. അപ്പൊ നമ്മൾ ബോൾഡായിട്ട് അവരോട് ചോദിക്കണം. ഇഫ് സംവൺ ഈസ് ഔട്ട്ലൈറ്റ്ലി റിജക്ടിങ് ദ ഓപ്പർച്യൂണിറ്റി, നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പണം ചോദിക്കണം. അപ്പൊ അർജു, നീ എന്താ ചെയ്യുന്നത്? നീ കാർഡ് പർച്ചേസ് ചെയ്യാണോ? ക്രെഡിറ്റ് കാർഡ് ആണോ? ഡെബിറ്റ് കാർഡ് ആണോ? നീ കാർഡ് പർച്ചേസ് ചെയ്യോ അല്ലെങ്കിൽ ക്യാഷ് നീ എന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യാണോ? അത് എന്താണെന്ന് നിങ്ങൾ അപ്പൊ തന്നെ ചോദിക്കണം. ബിസിനസ്സിന് റെഡിയാണോ? അർജുൻ നീ യെസ് ആണോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അർജുൻ നീ റെഡി അല്ലേ എന്ന് ചോദിക്കരുത്. അപ്പൊ എന്താണ്? റെഡി ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ രണ്ടുത്തരം വരും. നേരെ മറിച്ച് നിങ്ങൾ ഇത് ചോദിക്കുകയാണെങ്കിലോ, നീ കാർഡ് പർച്ചേസ് ക്രെഡിറ്റ് കാർഡിൽ നിന്നാണോ ചെയ്യുന്നത്, ഡെബിറ്റ് കാർഡിൽ നിന്നാണോ?
അപ്പൊ എന്തായി, എനിക്ക് അവിടെ നോ പറയാനുള്ള ചാൻസ് ഇല്ല. ഞാൻ അർജു ചേട്ടാ എന്റെ ക്രെഡിറ്റ് കാർഡ് അല്ല ഡെബിറ്റ് കാർഡ് ആണ്, പക്ഷെ ഡെബിറ്റ് കാർഡിൽ ഇപ്പൊ ക്യാഷ് ഇല്ല, നാളെ രാവിലെ ആകുമ്പോഴേക്ക് ക്യാഷ് വരുള്ളൂ കേട്ടോ. അപ്പൊ രാവിലെ നിങ്ങൾ വീണ്ടും എന്നോട് അർജു ക്യാഷ് നിനക്ക് എത്തിയിട്ടുണ്ടോ, ഇപ്പൊ നീ കാർഡ് പർച്ചേസ് ചെയ്യല്ലേ, അല്ലാതെ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നോ, ഞാൻ സഹായിക്കണോ? അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. അവ ക്യാഷ് ചോദിക്കുന്ന കാര്യത്തിന് മടി വരാൻ പാടില്ല. കാരണം എന്താണ്, ഇത് ബിസിനസ് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന് പണം ഉണ്ടാവും. അപ്പൊ ആ കാശ് ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. പക്ഷെ മിഡിൽ ക്ലാസ്സുകാരനായിട്ടുള്ള എനിക്കും നിങ്ങൾക്കും ഇത്തരത്തിലൊരു ഐപ്പൾസോ ഐക്കോഫിയോ ഒക്കെ കൊടുത്തിട്ട് കാശ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു മടിയാണ്. എന്തോ നമുക്കൊരു ഫീലിംഗ് ആണ്, അയ്യോ ഞാനിപ്പോ എങ്ങനെയാ അവരോട് പൈസയൊക്കെ ചോദിക്കാന്നൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് മാറ്റാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഇന്ത്യയിൽ അതിസമ്പന്നന്മാരായിട്ടുള്ള റിലയൻസ് ഗ്രൂപ്പ് ചെരുപ്പ് കച്ചവടവും പച്ചക്കറി കച്ചവടവും നടത്തിയിട്ട് കാശ് വാങ്ങുന്നുണ്ട്. ഹലോ, ചെരുപ്പ് കച്ചവടം അവർക്കില്ലേ? പച്ചക്കറി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ചെരുപ്പൊക്കെ വിറ്റിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാമെങ്കിൽ ഐപ്പൾസും ഐക്കോഫിയും വിറ്റിട്ട് എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവരെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. ഹലോ, അവരെവിടെ കിടക്കുന്നു, നമ്മൾ അവിടെ കിടക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ബിസിനസ്സുകാരൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉൽപ്പന്നങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പം നമ്മൾക്ക് പണം ചോദിക്കാൻ മടിക്കരുന്ന ആവശ്യം ഇല്ല. ബിസിനസ് ആണല്ലോ, ബിസിനസ് ആകുമ്പോൾ എന്താണ്, പണം തന്നെയാണ് അവിടെ മുഖ്യം. ആ പണം വെച്ച് നിങ്ങൾക്ക് അത് ചോദിക്കാം. ഇനി ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾക്ക് അവരുടെ ബിസിനസ്സിലേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി അവർ റിജക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാം. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 പ്രോഡക്റ്റ് വീട്ടിൽ അപ്പച്ചനുണ്ട്. നിങ്ങൾ എന്റെ വീഡിയോ കോൺഫറൻസിലൂടെ വന്നു, വീട്ടിൽ വന്നതിനോട് സംസാരിക്കുമ്പോൾ അപ്പച്ചൻ ഇരിക്കാതെ എത്ര പറഞ്ഞിട്ട് ഞാൻ അടുക്കുന്നില്ല. അപ്പച്ചന് ഡയബറ്റിക് ഉള്ള നിങ്ങൾക്ക് അറിയാം. അപ്പൊ അർജു ഒരു കാര്യം ചെയ്യും, അപ്പച്ചന് വളരെ ബുദ്ധിമുട്ടല്ലേ, നീ അപ്പച്ചന് ഒരു ഐക്കോഫി വാങ്ങിച്ചു കൊടു, അപ്പച്ചൻ തൽക്കാലത്തേക്ക് ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ആവട്ടെ, വളരെ ബുദ്ധിമുട്ടാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ അപ്പച്ചന് വേണ്ടി നീ വാങ്ങിച്ചു കൊടു. അപ്പൊ എന്റെ അപ്പച്ചൻ ഇരുത്തിക്കൊണ്ട് അപ്പച്ചന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ 2 ഐക്കോഫി ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ലേ? ഒരു വഴിക്കും ബിസിനസ്സിൽ വരുന്നില്ലെങ്കിൽ എന്താണ്, പ്രോഡക്റ്റ് എങ്കിലും നമുക്ക് അവിടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ, അവർ പ്രോഡക്റ്റ് ഓർ സിമിലർ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മണിക്കൂറുകളിൽ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ബിസിനസ് അവർ റിജക്ട് ചെയ്താലും ആദ്യഘട്ടത്തിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ അവർ തയ്യാറാകും. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അപ്പച്ചന് റിസൾട്ട് കിട്ടുമ്പോൾ എന്റെ മനസ്സിൽ പോസിറ്റീവ് വരികയും ഞാൻ പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങളുമായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ബിസിനസ്സിലേക്ക് ആളുകൾ കടന്നു വന്നാൽ ഉൽപ്പന്നങ്ങളുടെ ഒരു കാറ്റഗറി വാങ്ങിക്കും, നിങ്ങൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു പോകുമ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ആളുകൾ നിങ്ങൾക്കിപ്പം ബിസിനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. എന്താണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്? Always assist your new associate to stand on his own foot by providing knowledge. നിങ്ങൾ അവരെ കാലിൽ നിർത്താൻ സഹായിക്കണം, നോളജ് കൊടുത്തുകൊണ്ട്. നിങ്ങളായിട്ട് പുതിയത് എന്തെങ്കിലും പഠിപ്പിക്കണോ? വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹെൽപ്പ് ഹിം ടു ലേൺ ദ ഫുൾ കോമ്പൻസേഷൻ പ്ലാൻ. ആദ്യമായിട്ട് അവർക്ക് ഫുൾ ആയിട്ട് A to Z കോമ്പൻസേഷൻ പ്ലാൻ നിങ്ങളൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. 2, അദ്ദേഹത്തെ NDOയിൽ വന്നിരിക്കാനും വീഡിയോസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾ അവരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഈ ആഴ്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, അടുത്ത ശനിയാഴ്ച നിങ്ങൾ അവർക്കൊപ്പം വന്ന് വീഡിയോ അറ്റൻഡ് ചെയ്യുക. പ്രസന്ററേ മാറുള്ളൂ, ടോപ്പിക് ഒന്നാണ്. അടുത്ത ശനിയാഴ്ച മേ ബി മറ്റൊരു ലീഡർ ആയിരിക്കാം ഇത് പ്രസന്റ് ചെയ്യുന്നത്, ടോപ്പിക് ഇതേ ടോപ്പിക് ആയിരിക്കും. അദ്ദേഹത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 പ്രൊഡക്റ്റുകൾ 5 പ്രൊഡക്റ്റുകളിൽ വീഡിയോസ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക. അദ്ദേഹം അത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക. ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവരെ നിങ്ങൾ സഹായിക്കുക. അവർക്ക് USA ഏതെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷനെ പറ്റി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. കാര്യം എന്താ, അവിടെ ഒരാൾ ഒരു ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചുപയോഗിച്ചാലും ഇവിടെ ഇരിക്കുന്ന നമ്മളെ അക്കൗണ്ടിലേക്ക് ഇതേ കാശ് വരും. അങ്ങനെ ആ വ്യക്തിയെ നിങ്ങൾ സ്റ്റാർ ആവാനും സ്റ്റാർ 250 ആവാനും ഒരു 13 ആഴ്ച സ്റ്റാർ 1000 ആവുന്നത് വരെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് 3 മാസം അവരെ നിങ്ങൾ സഹായിക്കുക എന്നത്. 3 മാസം നിങ്ങൾ അവരെ സഹായിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതുപോലത്തെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്കൊക്കെയും അവരെ കൊണ്ടുവരണം. ആ പ്രോഗ്രാമുകളൊക്കെയും നിങ്ങൾ അവരിരുത്തണം. നിങ്ങൾ ഈ കാര്യം, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങളിത് പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ പ്രോഗ്രാമിലേക്കൊക്കെ അവരെ നിങ്ങൾ കൊണ്ടിരുത്തുക. അങ്ങനെ അവരെ കൊണ്ടും ഇതേ കാര്യങ്ങൾ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടുന്ന, ലിസ്റ്റ് പ്രിപ്പറേഷൻ നടത്തണം. 150 പീപ്പിൾസിന്റെ ലിസ്റ്റ് നിങ്ങൾ എടുക്കണം. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ സെലക്ഷൻ നടത്തണം. സെലക്ഷൻ നടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടിങ്. ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ട്, അർജുനെ ആ പ്ലാന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാക്കണം. പ്രോസ്പെക്ടിങ് നടത്തി ഇൻവൈറ്റ് ചെയ്ത് പ്ലാന് കാണിച്ച് അപ്ലൈൻ ലീഡറുടെ സഹായത്തോടു കൂടി ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ ഞാൻ ബിസിനസ് ആരംഭിക്കും.
അങ്ങനെ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഘട്ടത്തിലൂടെ എന്നെ സഹായിക്കണം. 13 ആഴ്ച നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്. ഞാൻ ചെയ്തു, നമ്മൾ ചെയ്യുന്നു, പിന്നെ നീ ചെയ്യണം എന്ന് പറയുക. ഐ ഡു, വി ഡു, യു ഡു. ഇതാണ് ഈ കാര്യം. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ. ഈ പറഞ്ഞ കാര്യം ഇതേ ഓർഡറിൽ നിങ്ങൾ ചെയ്തു പോയാൽ ഇത് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞതോ അതൊക്കെ ഇപ്പൊ എന്താ കാര്യം, അങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യം ഇപ്പൊ എന്താ എന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് ട്രാക്ക് മാറ്റിയാലോ, ഇത് ടഫാണ്. ഇതൊരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിൽ തന്നെ ഈ ബിസിനസിനെ കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവം, ഒരു തീരുമാനം നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കണം. അങ്ങനെ 1000 ദിവസം ഈ സിസ്റ്റം പ്രാക്ടീസ് ചെയ്താൽ, 1000 ദിവസം ഈ സിസ്റ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ 1000 ദിവസങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാം. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്താവും, ഇത് കോംപ്ലിക്കേറ്റഡ് ആവും. പ്രൂവൺ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വൈബ്രന്റ് വിവ. ഓൾറെഡി തെളിയിച്ചതാണ്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് കിട്ടും. അത് 7 വർഷത്തിൽ 63 കോടീശ്വരന്മാരെ ഉണ്ടാക്കി കാണിച്ചതാണ്. ആയിരക്കണക്കിന് മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത, ലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷാധിപതികളാക്കി മാറ്റിയ ഒരു സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ സിസ്റ്റത്തെയും നമ്മളുടെ അപ്ലൈ ലീഡറുടെയും കൈ മുറുകെ പിടിക്കുക. എന്നിട്ട് 1000 ദിവസം, 1000 ദിവസം എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോകും 3 വർഷം ഉറപ്പാണ്. 2020 വന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്ന് 21 എത്രയായി, ആഗസ്റ്റ് കഴിയുന്നു, കറക്റ്റ് അല്ലേ? ഇങ്ങനെയെങ്കിൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോകും 3 വർഷം. ആ 3 വർഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എന്താണോ നിലവിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ആ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ഈ തൊഴിൽ മേഖല നിങ്ങൾ ഒന്ന് പരിശീലിച്ചാൽ 3 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞ ഈ പോയിന്റ് നിർബന്ധമായിട്ട് ഓർത്തു വെക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് വെരി വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. ഈ സിസ്റ്റത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ ഇതൊരല്പം ടഫാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ പരിശീലനം ആരംഭിക്കുകയാണ്. ആരംഭിക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ പോയാൽ നിങ്ങൾക്ക് സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആവാനും, സ്റ്റാർ 250 ആവാനും, 500 ആവാനും, അങ്ങനെ 13 ആഴ്ചകൾ കൊണ്ട് ലാഖ്പതി ആകാനും, ആദ്യത്തെ വർഷം തന്നെ കിങ് സർക്കിൾ ലീഡർ ആവാനും, അങ്ങനെ 3 വർഷം കൊണ്ട് ഒരു ക്രോർപതിയായി മാറാനും നിങ്ങൾക്ക് 100% സാധിക്കും. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരൊറ്റ പോയിന്റ് കൂടി പറയുകയാണ് ഞാൻ. ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മളെല്ലാം ഇപ്പോഴും ശ്രമിക്കേണ്ടത് ഞാനൊരു ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ ആവണം. അതിനാണ് നമ്മൾ നിർബന്ധമായിട്ടും ശ്രമിക്കേണ്ടത്. അപ്പൊ എന്താണ് ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ? ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് നമുക്കറിയാം, നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വന്നു. നമ്മളെ സംബന്ധിച്ച് ഉൽപ്പന്നങ്ങളും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ബിസിനസ്സിലേക്ക് ആളുകളെയും കൊണ്ടുവരാം. ഇങ്ങനെ ഓരോ ബിസിനസ് സൈക്കിളിലും 4 ആഴ്ചകൾക്കാണ് ബിസിനസ് സൈക്കിൾ വരിക. ഒരു ബിസിനസ് സൈക്കിളിൽ നിങ്ങൾ 100 PV പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യുകയും, 4 പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ബിസിനസ് സൈക്കിളിൽ 400 PV നിങ്ങൾ ബിസിനസ്സിലേക്ക് സ്പോൺസറും ചെയ്തിട്ടുണ്ട്. അതായത് 100 PVക്ക് ഒരു പക്ഷേ 4 ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, 200 PVക്ക് അതല്ലെങ്കിൽ 2 ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഉൽപ്പന്നങ്ങളും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഈ ബിസിനസ്സും ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ബിസിനസ് സൈക്കിളിൽ 100 PV റീറ്റെയിലിംഗും 400 PV റിക്രൂട്ട്മെന്റും വന്നാൽ നിങ്ങൾ ഒരു ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ ആയി. സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ. കാര്യം എന്താ, ഈ തൊഴിൽ മേഖലയിൽ ഇതാണ് ചെയ്യേണ്ടത്. സ്കൂൾ അധ്യാപകൻ സ്കൂളിൽ ഓരോ സബ്ജക്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആള്, ആ വ്യക്തി കുട്ടികളെ പഠിപ്പിക്കും പോലെ ഈ തൊഴിൽ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഒരു ട്രാഫിക് പോലീസ്, അദ്ദേഹം ട്രാഫിക്കിൽ ഡ്യൂട്ടി എടുക്കുന്നത് പോലെ നമ്മളുടെ ഡ്യൂട്ടി എന്താ, ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, ബിസിനസ്സും റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ ഈ ഡ്യൂട്ടി ചെയ്തിട്ട് 4 പ്രൊഡക്റ്റ് ഒരു ബിസിനസ് സൈക്കിളിൽ റെക്കമെൻഡ് ചെയ്യുകയും 400 PV സ്പോൺസർഷിപ്പ് കൊണ്ടുവരികയും ചെയ്താൽ നമ്മൾ ഒരു ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. ആ ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടറിന് 2 പ്രോഡക്റ്റ് കമ്പനി അഡീഷണലി ഫ്രീ തരും. ഹലോ, എത്ര കിട്ടും? 2 പ്രോഡക്റ്റ് അഡീഷണലി കിട്ടും. നിങ്ങളുടെ കുടുംബത്തിന് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. നമ്മളുടെ ഡ്യൂട്ടി ഇതാണ്. ഇന്ന് ഈ പ്രോജക്റ്റ് കേൾക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നാണ്. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, ആ നെറ്റ്വർക്കിൽ നിന്ന് ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി നിങ്ങൾ ചെയ്ത് ഈ പറയുന്ന ടാർഗറ്റ് നിങ്ങൾ ബിസിനസ് സൈക്കിളിൽ ഫിനിഷ് ചെയ്താൽ പോലും 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് അഡീഷണലി കിട്ടും. 7000 രൂപയുടെ വർത്ത് അഡീഷണലി നിങ്ങളിലേക്ക് എത്തും. ഈ തൊഴിലാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഈ തൊഴിൽ നന്നായിട്ട് ചെയ്തു പോയാൽ നമുക്ക് അഡീഷണലി ഇതേ തൊഴിലിന് 2 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഇതാണ് ഐഡിയൽ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങളുടെ അപ്ലൈൻ ലീഡറോട് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ 150 പേരുടെ ലിസ്റ്റ് എടുക്കുക. അവിടെ ആരംഭിക്കുകയാണ് നിങ്ങളുടെ വിവാഹ ചെയിൻ. ആ ലിസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങൾ ആരംഭിച്ച് 1000 ദിവസം നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുക. അങ്ങനെ 1000 ദിവസം കഴിയുമ്പോൾ എന്താണോ ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വിവേകത്തേക്ക് വന്നത്, ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇൻഡസ്വാ ബിസിനസ്സിൽ വിജയിച്ച വ്യക്തികൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തോ വലിയ സക്സസ് നേടിയെടുത്തതല്ല. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തിട്ട് വിജയിച്ചതാണ്. 6 വർഷം മുമ്പ് ഞാൻ ആരംഭിക്കുമ്പോഴും ഞാൻ ചെയ്തു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ആരംഭിച്ചത് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്. ഞാൻ എൻ്റെ സ്വപ്ന ഭവനം, എൻ്റെ ഏറ്റവും പുതിയ അപ്പാർട്ട്മെന്റ് കൊച്ചിയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ എൻ്റെ അനിയത്തിയുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രായത്തിൽ ആസ് എ യങ്സ്റ്റർ എന്തെല്ലാം ആഗ്രഹിക്കുമോ ഒരു യങ്സ്റ്റേഴ്സ്, അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ചെറിയ കാര്യങ്ങൾ അന്നും ഇന്നും നാളെയും ഞാൻ ആവർത്തിച്ച് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുക, ചെറിയ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക, 1000 ദിവസം പ്രവർത്തിക്കുക. പ്രവർത്തിച്ചാൽ ആർക്കും എവിടെയും ശക്തനാവാൻ സാധിക്കും. ഇന്ന് ഇൻഡസ്വാ കമ്പനിയിലുള്ള ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡേഴ്സ് എല്ലാവരും ഒരു ദിവസം നിങ്ങളെപ്പോലെ തുടക്കക്കാരനായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. അവരവിടെ നിന്നും ഈ കാര്യം പരിശീലിച്ച് ഇന്ന് ബ്ലാക്ക് ഡയമണ്ട് ആയതാണ്. അപ്പോ നിങ്ങൾക്കും പരിശീലിച്ചാൽ വിജയിക്കാൻ സാധിക്കും. പ്രവർത്തിച്ചാൽ ആർക്കും എവിടെയും ശക്തനാവാം, പ്രവർത്തിച്ചാൽ കരുത്തനാവാനും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കാനും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാനും ആ സിസ്റ്റത്തിലൂടെ പ്രവർത്തിച്ച് വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഇൻഡസ്വാ ബിസിനസ്സിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാനും സാധിക്കട്ടെ. ഈ ദൈവത്തിന്റെ കരസ്പർശമുള്ള ബിസിനസ് മോഡൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു കരസ്പർശമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ സെഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. സോ വിഷ് യു സക്സസ്, ഗുഡ് ലക്ക്, ജയ് ഹിന്ദ്, ജയ് വിവ. ബാക്ക് ടു ഗോപൻജി പ്ലീസ്. താങ്ക് യു അർജുൻ. വണ്ടർഫുൾ, വളരെ പവർഫുൾ ആയിട്ടും വണ്ടർഫുൾ ആയിട്ടും എക്സലന്റ് ആയിട്ടും വിജയിച്ചത് മാതിരി ഓരോ വ്യക്തികളും ഇന്ന് അറൌണ്ട് 700 ആൾക്കാർ ഈ പ്രോഗ്രാം കേട്ടു, കാണുകയും ചെയ്തു. എല്ലാവരുടെയും മനസ്സിലൊരു ഫീലിംഗ് വിജയിച്ചതായിട്ടാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു കാര്യവും മനുഷ്യന് ആദ്യം ഒരു 2 തവണ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ വിജയിച്ചായിട്ടൊരു ഫീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞ താങ്കളുടെ സെഷന് തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം. എല്ലാവരും ഒരാൾ പോലും ഒഴിവാകാണ്ട് എല്ലാവരും നമ്മുടെ അർജുന്, നമ്മുടെ കുഞ്ഞനിയന്, നമ്മുടെയൊക്കെ എന്താ പറയുക റോൾ മോഡലിന് ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം, ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം അർജുൻ. താങ്കൾക്ക് വീണ്ടും ഇതുപോലെ വളരെ നല്ല, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അർജുൻ എന്ന പേര് തന്നെ, അർജുനൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ മഹാഭാരതം നമുക്ക് പെട്ടെന്ന് മലയാളിക്ക് മനസ്സിൽ വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇൻഡസ്വയിൽ അർജുൻ എന്ന് ആ പേര് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അത് തന്നെയാണ്. തന്ത്രങ്ങൾ കൊണ്ട് ടീമിന് അതിഭംഗിയായിട്ട് സക്സസിലേക്ക് കുതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർജുന് എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ഡയമണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയട്ടെ. വീണ്ടും നല്ല നല്ല മെസ്സേജുകളുമായിട്ട് വളരെ തന്മയത്തോടു കൂടി ടെക്നിക്കലി നമ്മളെയൊക്കെ പിടിച്ചിരുത്തി വിജയിപ്പിക്കാൻ കഴിയുന്ന വലിയ തന്ത്രങ്ങളുമായിട്ട് താങ്കൾക്ക് ഇനിയും ഒരുപാട് കാലം, ഒരു 100 വയസ്സിൽ കൂടുതൽ താങ്കൾക്ക് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ കഴിയട്ടെ. അപ്പൊ ഞങ്ങൾക്കും എല്ലാം അതുപോലെ എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഞങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ട് എടുത്തു തന്ന മിസ്റ്റർ അർജുന് വീണ്ടും ഒന്നുകൂടെ പറയുന്നത്, ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഉയർച്ച പെട്ടെന്നുണ്ടാവട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അർജുൻ പറഞ്ഞതുപോലെ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ 1 വർഷം ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കും. ഞാൻ നേടിയിട്ടേ പോകുള്ളൂ, വിട്ടുകൊടുക്കാനുള്ളതല്ല ജീവിതം, വെട്ടിപ്പിടിക്കാനുള്ളതാണ് എന്ന ചിന്തയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിലേക്ക് വേണ്ടി ഇന്ന് ഈ പ്രോഗ്രാം നമുക്ക് ഓർഗനൈസ് ചെയ്ത നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ന് വേൾഡിലെ നമ്പർ 1 എന്ന സ്ഥാനത്ത് തിളങ്ങി നിൽക്കുന്ന വൈബ്രന്റ് യുവ എന്ന ഓർഗനൈസേഷനും അതിനുവേണ്ടി എല്ലാ സന്നാഹങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ടെക്നിക്കലി അതുപോലെ ടെക്നോളജി എല്ലാം ഒരുക്കി തന്ന നമ്മുടെ വൈബ്രന്റ് യുവയ്ക്കും അതിന്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം പുതിയൊരു പവർഫുൾ ലീഡറുമായിട്ട്. വീണ്ടും നമുക്ക് നല്ല നല്ല മെസ്സേജുകൾ തരുന്ന ഈ ഒരു സന്ദർഭം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തേക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
Bye. Yes, sir. Thank you so much, sir. Arjun, sir, for a wonderful session. And thank you, Gopal, sir, for a wonderful MC. And I thank all the participants for joining with us. Thank you all. Thank you.